ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ അവർ മൂന്നായിട്ട് തരംതിരിക്കുന്നതാണ്. ഒന്ന് സിന്ധ്, ഹിന്ദ്, മലബാർ. തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ മക്കത്തേക്ക് പോകുക എന്നുള്ളത്, അതേമാതിരി തന്നെ ജെറുസലേമിലേക്ക് പോകുക എന്നുള്ളത്, പിന്നെ റോമിലേക്ക് പോകുക എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ കിട്ടുന്ന ആദ്യത്തെ വർത്തമാന പുസ്തകം ഇതൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ റോമിലേക്ക് പോകുന്ന യാത്രാ വിവരണമാണ്. ഇപ്പോൾ പിട്ട് എന്ന് പറയുന്നത് അത് തന്നെ, ഇത് പിട്ട് എന്നുള്ള പേരിലാണ് ഇന്തോനേഷ്യയിലൊക്കെ ആൾക്കാർ കഴിക്കുന്നത്. മിക്കവാറും എല്ലാ അടിമകളെ പറയുന്നത് കൂടെയും അവരുടെ ജാതി പേരും കൂടെ കാസ്റ്റ എന്നുള്ളൊരു പദം കൂടെ പറഞ്ഞിട്ട് അതിൽ വിവിധ ജാതികൾ പറയുന്നുണ്ട്. സ്ത്രീകളെ ഭാര്യമാരായിട്ട് വേണമെന്നില്ല, അവരെ സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ട് ആണ് പല രാജാക്കന്മാരും കണ്ടിരുന്നത്. സോക്കോൾഡ് ഹിന്ദു രാജാവ് ഒരു സോക്കോൾഡ് പോർച്ചുഗീസ് ക്രിസ്ത്യൻ രാജാവിന് എഴുതുന്നത് അറബിയിലുള്ള കത്തുകളാണ്. പാസ്റ്റിനെ, അതായത് കഴിഞ്ഞ കാലത്ത് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ എക്സോട്ടിസൈസ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. മദ്രാസ് പ്രവിശ്യയിൽ ഒരു വർഷം കൊന്ന തെരുവ് നായ്ക്കളുടെ അത്ര തന്നെ മാപ്പിളമാരെയും കലാപത്തിൻ്റെ സമയത്ത് കൊല്ലുന്നുണ്ട്. അപ്പോൾ മലയാളികളെ പറ്റി മൊത്തം പറയുന്നത് ഇതേമാതിരി തന്നെയാണ്. ഡിസീറ്റ്ഫുള്ളാണ്, വഞ്ചകരാണ്, വിശ്വസിക്കാൻ കൊള്ളില്ല. അത് 7-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 9-ാം നൂറ്റാണ്ടിൽ 8-ാം നൂറ്റാണ്ടിലൊക്കെ ഈ പള്ളികൾ ഉണ്ടാക്കിയെന്നുള്ളതാണ്. അത് തെളിയിക്കാവുന്ന രേഖകളൊന്നും നമുക്ക് ഒരു ചരിത്ര വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് വെരിഫയബിൾ ആയിട്ടുള്ള ഒരു റെക്കോർഡ് ഉണ്ടാവണം എന്നുള്ളതാണ്. അതില്ല. കേരളത്തിലെയും ഇന്ത്യ ചരിത്ര പഠനത്തിലെയും ഏറ്റവും ചെറുപ്പക്കാരായ അല്ലെങ്കിൽ ഏറ്റവും യങ് ആയിട്ടുള്ള ഒരു സ്കോളേഴ്സിൽ വന്ന ഒരു പ്രമുഖനായ വ്യക്തിയാണ് മുഹമ്മദ് കുരിയ. മുഹമ്മദ് കുരിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദ പഠനം കഴിഞ്ഞു, JNUവിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ, പിന്നെ ലീഡൻ സർവകലാശാല നെതർലാൻഡ്സിൽ നിന്ന് PhD, ഇപ്പോൾ എഡിൻബർഗ് സർവകലാശാലയിലാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. ഇന്ത്യൻ ഓഷൻ ട്രേഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷൻ ട്രേഡും മലബാർ എന്ന് പറയുന്ന വിഷയങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പഠന മേഖല. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മലബാറിൻ്റെയും കേരളത്തിൻ്റെയും ചരിത്രത്തിൽ വളരെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിരവധി ഉൾക്കാഴ്ചകൾ നൽകുന്നതാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തും അദ്ദേഹത്തിൻ്റെ പഠന രീതിയും ഗവേഷണവും. നമ്മളാണ് നമ്മളോടൊന്ന് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 3 ദിവസമായി കൊച്ചിയിൽ നടന്ന ഒരു സെമിനാറുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. അപ്പോഴാണ് ഞങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട് ചെയ്തത്. അപ്പം ഈ കൊച്ചിയിൽ നടന്ന അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ തുടങ്ങുന്നത് തന്നെ മലബാർ എന്ന് പറയുന്ന ദേശത്തിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കേരളീയൻ മനസ്സിലാക്കുന്ന മലബാർ അല്ല ചരിത്രത്തിലെ മലബാർ. അതിൻ്റെ സ്പേഷ്യലും അതിൻ്റെ ജിയോഗ്രഫിക്കലുമായിട്ടുള്ള ഡയമെൻഷൻസ് വളരെ വ്യത്യാസമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതിനെ ഒന്ന് വിശദീകരിക്കുക, പ്രത്യേകിച്ച് മലബാർ ജേണലിന് അതിനൊരു സ്വകാര്യ താല്പര്യം കൂടി. ഉറപ്പായിട്ടും മലബാറിനെ പറ്റി ഇന്ന് നമ്മൾ നിലനിൽക്കുന്ന ഒരു ധാരണ, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൻ്റെ ഒരു 5-6 ജില്ലകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശം മാത്രമാണ് മലബാർ എന്നാണ്. അത് രൂപപ്പെട്ടു വരുന്നത് ബ്രിട്ടീഷുകാർ മലബാർ ഏറ്റെടുത്ത്, അതും അവരൊരു 1780കളിൽ ടിപ്പുവിൻ്റെ ആക്രമണത്തെ തുടർന്ന്, പിന്നെ 1792 ശ്രീരംഗപട്ടണം ട്രീറ്റിയെ തുടർന്ന് ഏറ്റെടുത്ത വിവിധ നാടുകൾ, കേരളത്തിൻ്റെ ഭാഗങ്ങളിലുള്ള വിവിധ നാടുകൾ ചേർത്തിട്ട് ആ ഒരു പ്രദേശം ബ്രിട്ടീഷുകാർക്ക് കൈമാറുകയും അതിനെ തുടർന്ന് അവരുടെ ബ്രിട്ടീഷ് എംപയറിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ വന്ന ആ ഒരു ഏതാനും പ്രദേശങ്ങളെ ഒറ്റ ടൈമായിട്ടാണ് അവർ മലബാർ ഡിസ്ട്രിക്റ്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മലബാർ പ്രൊവിൻസ്, മലബാർ ഡിസ്ട്രിക്റ്റ് എന്നൊക്കെ വിളിച്ചു തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിന് മുമ്പുള്ള ഒരു 19-ാം നൂറ്റാണ്ട് 18-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള മലബാർ എന്ന് പറയുന്നത് വളരെ വിശാലമായൊരു മലബാറാണ്. അത് എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു എന്നുള്ളതിൽ വിവിധ ആൾക്കാർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത്. അത് കേരളത്തെ മുഴുവൻ സൂചിപ്പിക്കുന്ന ഒരു പദം ആയിട്ടാണ് പഴയ മിക്കവാറും എല്ലാ മധ്യകാല സ്രോതസ്സുകളിലും നമ്മൾ കാണുന്നത്. പക്ഷേ കേരളം മാത്രമായിരുന്നില്ല. കേരളം, തമിഴ്നാട്, ചില ഒരു 13-ാം നൂറ്റാണ്ടിലൊക്കെയുള്ള അറബ് പേർഷ്യൻ ജോഗ്രഫിക്കൽ ട്രാവൽ അക്കൗണ്ടുകളൊക്കെ നമ്മൾ കാണുന്നത് അത് കൊങ്കൺ, ഗുജറാത്ത്, മുൾത്താൻ, അതായത് ഇന്നത്തെ പാകിസ്ഥാനിലെ മുൾത്താൻ വരെ ഈ മലബാറിൻ്റെ പിന്നെ വടക്കൻ അതിർത്തി ചേർന്ന് നിൽക്കുന്നു എന്നൊക്കെ ചില ആൾക്കാർ എഴുതുന്നതായിട്ട്, ജോഗ്രഫേഴ്സ് എഴുതുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അത് എത്രത്തോളം വാസ്തവമാണ്, അവരുടെ ഒരു ഡയറക്റ്റ് നോളജിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ എഴുതുന്നതിൽ ചില ആൾക്കാർ പറയുന്നുണ്ടെന്ന് വെച്ചാൽ മലബാർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ മധ്യഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത്. അദ്ദേഹം ഒരു യാക്കൂത്തുൽ ഹമ്മവി എന്ന് പറയുന്ന ഒരു സ്ലേവ് ജിയോഗ്രഫറാണ് ഇത് എഴുതുന്നത്. അപ്പോൾ അദ്ദേഹം ബൈസന്റൈൻ എംപയറിൻ്റെ കീഴിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം
മലബാറിനെ പറ്റി, മലബാറിലെ വിവിധ തുറമുഖ നഗരങ്ങളെ പറ്റി, അല്ലാണെങ്കിൽ അവിടെയുള്ള വിവിധ ഉൽപ്പന്നങ്ങളെ പറ്റി പറയുന്നതൊക്കെ വളരെ കൃത്യമായ വിവരണങ്ങളാണ്. എങ്കിൽ തന്നെയും ഇന്ത്യയുടെ മധ്യഭാഗത്താണ് ഇദ്ദേഹം പറയുന്നത് എന്നുള്ളത് എന്താണ് ഒരു പക്ഷേ എക്സാജറേഷൻ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ തെറ്റായ ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കാം അത് വന്നിട്ടുണ്ടാകും, അല്ലാണെങ്കിൽ ചിലപ്പോൾ അത് കോപ്പി ചെയ്ത ആളുടെ തെറ്റുമായിരിക്കാം. പക്ഷേ മറ്റുള്ള ചില ജിയോഗ്രഫിക്കൽ ലിറ്ററേച്ചറിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ മൊത്തം സൗത്ത് ഏഷ്യ ഇന്ന് നമ്മൾ കാണുന്ന വലിയ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ അവർ മൂന്നായിട്ട് തരംതിരിക്കുന്നത് കാണാം. ഒന്ന് സിന്ധ്, ഹിന്ദ്, മലബാർ. അപ്പോൾ ഈ സിന്ധ് എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു നോർത്ത് വെസ്റ്റേൺ അല്ലെങ്കിൽ പാകിസ്ഥാൻ സിന്ധ് എന്നുള്ളതും, ഹിന്ദ് എന്നുള്ളത് നോർത്ത് ഇന്ത്യ മൊത്തം ഭാഗങ്ങളും, പിന്നെ സൗത്ത് ഇന്ത്യയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മലബാർ എന്നുള്ള പ്രയോഗം നടത്തുന്നതായിട്ട് കാണാം. ഇത് അറബ്യൻ, പേർഷ്യൻ സ്രോതസ്സുകളിൽ മാത്രമല്ല, ഒരു 16-ാം നൂറ്റാണ്ടോടെ യൂറോപ്യൻ സ്രോതസ്സുകളിൽ, പോർച്ചുഗീസ് സ്രോതസ്സുകളിൽ, പിന്നെ സ്പാനിഷ് സ്രോതസ്സുകളിൽ, ഡച്ച്, ഇംഗ്ലീഷ് സ്രോതസ്സുകളിൽ വരെ മലബാർ എന്ന് പറയുന്നത് ഈ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങൾ മാത്രമല്ല, കിഴക്കൻ തീരപ്രദേശങ്ങൾ ഇന്ത്യയുടെ, അതായത് നമ്മൾ തമിഴ്നാട്, ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്, ഈസ്റ്റ് കോസ്റ്റ്, കോറമണ്ടൽ കോസ്റ്റ് ഭാഗങ്ങളൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മലബാർ ഉപയോഗിക്കുന്നതായിട്ട് കാണാം. അത് ശ്രീലങ്ക വരെ മലബാറിൻ്റെ ഭാഗമായിട്ട് ശ്രീലങ്കക്കാരായ സിൻഹളീസ് ആയിട്ടുള്ള ചില ആൾക്കാരെ അവർ മലബാരികൾ എന്നൊക്കെയുള്ള രീതിയിൽ, പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിൽ നിന്ന് എന്താ പറയുക, ആന്ധ്ര, തെലുങ്കാന, തമിഴ്നാട്, കേരള, ശ്രീലങ്ക തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ, ലാറ്റിൻ അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അടിമകളായിട്ടും മറ്റും കൊണ്ടുപോയ ആൾക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മലബാരികൾ എന്നുള്ള മലബാറസ് എന്ന് പറയുന്ന ഒരു പ്രയോഗമൊക്കെ അവർ ഉപയോഗിക്കുന്നതായിട്ട് കാണാം. അത് ഇന്ന് നമ്മൾ കാണുന്ന മലബാറിൽ നിന്ന് മാത്രം ആയിക്കൊള്ളണം എന്നില്ല, ഇവിടെ നിന്നും ആവാം നമ്മളിന്ന് കാണുന്ന, പക്ഷേ അതല്ലാത്ത ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള ആൾക്കാരും ആയിരിക്കാം. ഈ തമിഴ് ഭാഷയ്ക്ക് തന്നെ മലബാറി ലാംഗ്വേജ് എന്നാണ് അതിൽ ഒരു വളരെ പ്രമാദമായ ഒരു ഡിക്ഷണറി തയ്യാറാക്കിയ ഇംഗ്ലീഷുകാരൻ ഉപയോഗിക്കുന്നത്. റോബർട്ട് ഇർവിംഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന്. അദ്ദേഹം തമിഴിനെ സൂചിപ്പിക്കാൻ വേണ്ടി മലബാറി ഭാഷ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മലബാർ എന്ന് പറയുന്നത് തമിഴ് ഒരു വലിയ പ്രദേശമാണ് എന്നത് കാണുന്നതിനേക്കാളേറെ മധ്യകാലങ്ങളിലെയും അതേമാതിരി 16, 17, 18 നൂറ്റാണ്ടുകൾ വരെയൊക്കെയുള്ള ഒരു ധാരണയിൽ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതിൻ്റെ ഒരു എറ്റിമോളജി എങ്ങനെയാണ്, ലിംഗ്വിസ്റ്റിക് ആയിട്ട് എന്താ? അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ്. പല ഒരു പഴയ അന്വേഷണമാണ്, പല ആൾക്കാരും പല തരത്തിലുള്ള അത് കാണുന്നുണ്ട്. അതിൽ എനിക്ക് പെട്ടെന്ന് തോന്നുന്നത് ഇപ്പോൾ ഒരു 17-ാം നൂറ്റാണ്ടിലെ ഒരു സ്രോതസ്സിൽ സാമൂതിരിയും ഡച്ചുകാരും തമ്മിലുള്ള ഒരു ട്രീറ്റിയുടെ തുടക്കത്തിൽ, അത് മലയാളത്തിലുള്ള അതിൻ്റെ ഒറിജിനൽ നമുക്ക് ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ലഭ്യമാണ്, സ്വർണ്ണത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ തുടക്കുന്ന മലങ്കര എന്ന ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പ്രദേശത്തെ ഇത് ചെയ്യുന്നത്, മലങ്കര എന്ന ഇന്ത്യ. അപ്പോൾ ഇന്ത്യയെ ക്വാളിഫൈ ചെയ്യുന്നത് ഈ മലങ്കര, കര. ഈ ബർ എന്ന് പറയുന്നത് അറബി പേർഷ്യൻ ഇതിലൊക്കെ ബർ എന്ന് പറയുന്നാൽ കര എന്നുള്ള അതേ അർത്ഥം തന്നെയാണ്. അപ്പോൾ ഈ മലബാർ എന്നുള്ളത് എന്ന് പറയുന്നത് മലയും കരയും, മലങ്കര. ഇപ്പോൾ ഈ മലങ്കര നമ്മളുടെ മലങ്കര ക്രിസ്ത്യാനികൾ, മലങ്കര സുറിയാനി ക്രിസ്ത്യാനികൾ, അങ്ങനെയൊക്കെ മലങ്കര അവർ വളരെ പ്രമുഖമായിട്ട് തന്നെ വളരെ പ്രാധാന്യത്തോടെ എപ്പോഴും ഉപയോഗിക്കുന്നത് ഒരു ലക്ഷണയുക്തമായ ഒരു ദ്രവീഡിയൻ പദമാണ്. അതെ. അപ്പോൾ അതിനെ ഈ മലങ്കര എന്നുള്ളത് പറയുന്നതോ അല്ലാണെങ്കിൽ അതിൽ നിന്റെ ഒരു അറബീകരിക്കുകയോ അല്ലാണെങ്കിൽ പേർഷ്യനീകരിക്കുകയോ ചെയ്ത ഒരു ഇതായിരിക്കാം മലബാർ എന്നുള്ളത്. പക്ഷെ അതല്ലാതെയും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അത് എന്തിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇന്നലെ അഭിലാഷ് മലയിൽ പറയാറുന്നത് മണവാളൻ എന്നോ എന്തോ പറയുന്ന, അല്ലെങ്കിൽ മണവളൻ എന്ന് പറയുന്ന ഒരു പദത്തിൽ നിന്നാണ് എന്നുള്ളതും. കാരണം മണിബാർ എന്നുള്ള ഒരിതും പഴയ 11, 12 നൂറ്റാണ്ടിലൊക്കെ ഉള്ള സ്രോതസ്സുകൾ മണിബാർ, മണവാർ എന്നൊക്കെയുള്ള രീതിയിൽ കാണാൻ പറ്റുന്നു. അതേമാതിരി മലവർ പറയുന്നല്ലോ, മലവർ വിഭാഗം ഉണ്ടല്ലോ. അപ്പം മലവർ എന്നുള്ളത് എന്നുള്ളത് എപ്പോഴും എറ്റിമോളജിക്കലി അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക്കലി എന്നുള്ളത് എന്നാവാം, മലവർ എന്നുള്ളതാവാം മലബർ എന്നുള്ള, അങ്ങനെയുള്ള വിവിധ സാധ്യതകളുണ്ട്. എന്തായാലും ഇതിൻ്റെ ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു പ്രധാനമായിട്ട് അതൊരു ഗ്ലോബൽ ഒരു ഇതാവുന്നത് ഒരു ട്രേഡ്, വാണിജ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ അത് ഇപ്പോൾ നമുക്ക് പൊതുവിലുള്ള നമ്മുടെ എല്ലാ ധാരണയിലും ഇതാണ്, നമ്മുടെ കുരുമുളകും അല്ലെങ്കിൽ സ്പൈസസും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് മലബാർ ഒരു ഗ്ലോബൽ ഇതായിട്ട് വരുന്നത്. അതിനും അപ്പുറം എന്താണ് മലബാറിൻ്റെ ഒരു പ്രസക്തി? അത് മലബാർ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും നമ്മൾ ഇന്ന് കാണുന്ന, നമ്മൾ പലപ്പോഴും കരുതുന്നത് വെച്ചാൽ ഒരു 19-ാം നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ടോടെ ടെക്നോളജി, എയ്റോപ്ലെയിൻ, റെയിൽവേ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നതോടെയാണ് ആൾക്കാർ പരസ്പരം സമ്പർക്കം അല്ലെങ്കിൽ വിനിമയം
ആഗോളവൽക്കരണം തന്നെ ആ സമയത്താണ് വരുന്നത് എന്നുള്ളത്, ഗ്ലോബലൈസേഷൻ. പക്ഷേ അതിൻ്റെ എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പ് തന്നെ ആൾക്കാർ പരസ്പരം വലിയ ബന്ധങ്ങളുണ്ടായിരുന്നു, ആൾക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക വരിക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ മലബാറും അങ്ങനെയുള്ളൊരു ആഗോള വിനിമയ ലോകത്തിൻ്റെ ഭാഗമായിരുന്നു. പരസ്പരം ഒരുപാട് പ്രദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ മലബാറിലേക്ക് വരികയും മലബാറിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാർ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അത് ലാറ്റിൻ അമേരിക്കയിലേക്കാവാം, ഓസ്ട്രേലിയയിലേക്കാവാം, അല്ലാണ്ടെങ്കിൽ ആഫ്രിക്കയിലേക്കാവാം, യൂറോപ്പിലേക്കാവാം. ഈ ഒരു പറയുന്ന നമ്മളെ എല്ലാവിധ തരത്തിലുള്ള സാങ്കേതിക കുതിച്ചുചാട്ടങ്ങളുടെ ഒക്കെ മുമ്പ് അങ്ങനെ ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു. അത് കച്ചവടം ഒരു പ്രധാന കാരണമാണ് ആൾക്കാർ ഇങ്ങനെയുള്ള യാത്രകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് മാത്രമല്ല, സാഹസികതയ്ക്ക് വേണ്ടി മാത്രം, യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം പുറത്ത് പോകുന്ന ആൾക്കാരുണ്ട്, നിർബന്ധിതരായി പോകുന്ന ആൾക്കാരുണ്ട്. ഈ അടിമ കച്ചവടം, ഇപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ മാതിരി ഒരുപാട് മലയാളികൾ വിവിധ ജനവിഭാഗങ്ങൾ അടിമകളാക്കി കേരളത്തിൽ നിന്ന് അടിമകളാക്കപ്പെട്ട് കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതൊന്നും അല്ലാതെ വെറുതെ യൂറോപ്യൻ കച്ചവടക്കാർക്ക് വേണ്ടി കുരുമുളകോ അല്ലാണെങ്കിൽ മറ്റുള്ള വസ്തുക്കളോ വിൽക്കാൻ വേണ്ടി അവരുടെ കപ്പലിൽ കയറിയിട്ട്, ഞാൻ ഇപ്പോൾ അടുത്ത് വായിച്ച ഒരു ഇതാണ്, 17-ാം നൂറ്റാണ്ടിലുള്ള ഒരു കച്ചവടക്കാരൻ പറയുന്നത്, കൊച്ചിയിൽ നിന്നുള്ള ഒരു കച്ചവടക്കാരൻ ഇങ്ങനെ കുരുമുളകോ മറ്റെന്തോ സാധനങ്ങൾ പോർച്ചുഗീസുകാർക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് അവരെ കപ്പലിൽ കയറി അങ്ങനെ കച്ചവടമൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതിയപ്പോൾ അങ്ങനെ മയങ്ങിപ്പോയി. ആ മയക്കത്തിൻ്റെ ഇടയിൽ ഇവർ കപ്പലെടുത്ത് തിരിച്ചു പോയി. പിന്നെ അയാൾ പോയി ഇറങ്ങുന്നത് ഇന്നത്തെ മലേഷ്യയിലെ മലാക്ക എന്ന് പറയുന്ന പ്രദേശത്താണ്. പക്ഷേ ആ ഒരു സമയത്തേക്ക് ഇവർ പോർച്ചുഗീസുകാർ ഇദ്ദേഹത്തെ അടിമയാക്കിയിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സാധാ കച്ചവടക്കാരൻ, എങ്ങോട്ടും പോവാൻ കരുതാത്ത ഒരാൾ പിന്നെ ഇങ്ങനെ അടിമയാക്കി വിൽക്കപ്പെടുന്നത് കാണുന്നത്. അപ്പം എന്ന് വെച്ചാൽ സ്വന്തം ഇഷ്ടപ്രകാരവും അല്ലാതെയും പല ആൾക്കാരും പല ആവശ്യങ്ങൾക്കും, അതേമാതിരി തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ മക്കത്തേക്ക് പോകുക എന്നുള്ളത്, അതേമാതിരി തന്നെ ജെറുസലേമിലേക്ക് പോകുക എന്നുള്ളത്, പിന്നെ റോമിലേക്ക് പോകുക എന്നുള്ളത്. ഇപ്പം നമ്മളെ മലയാളത്തിൽ കിട്ടുന്ന ആദ്യത്തെ വർത്തമാന പുസ്തകം ഇതൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ റോമിലേക്ക് പോകുന്ന യാത്രാ വിവരണമാണ്. അപ്പോൾ അങ്ങനെയുള്ള വിവിധ കാരണങ്ങൾക്ക് വേണ്ടി ആൾക്കാർ യാത്ര ചെയ്തിട്ടുണ്ട്. കച്ചവടം ഒരു കാരണമാണ്, പ്രധാന ഒരു കാരണമാണെങ്കിലും. പക്ഷേ അതോടൊപ്പം തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില സാംസ്കാരികവും അല്ലാതുമായിട്ടുള്ള ചില സംഭവങ്ങളും വിനിമയങ്ങളും നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഭാഷാപരമായിട്ടും എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാർ, ഇപ്പോൾ ആൾക്കാർ പോകുന്നത് വളരെ കുറവാണെങ്കിലും അവർ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ പുറത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ അകത്തേക്ക് വരികയോ ചെയ്യുന്ന ആൾക്കാരുണ്ടാക്കുന്ന സ്വാധീനങ്ങൾ ഭയങ്കരമാണ്. അത് പിന്നെ വെച്ചാൽ വളരെ ചിലപ്പോൾ 1%, 2%, ഏറിപ്പോയാൽ 10% ആൾക്കാർ മാത്രമേ ആ തീരം വിട്ട് കടൽ കടന്ന് പോകുന്നുണ്ടാവുള്ളൂ. പക്ഷെ അവർ ഉണ്ടാക്കുന്ന സ്വാധീനം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു ഗൾഫ് കുടിയേറ്റമായൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ എക്കോണമിയിൽ, നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ ഭാഷയിൽ വരുന്ന മാറ്റങ്ങൾ ഒക്കെ ഈ എന്നതുമാതിരി തന്നെ പഴയ കാലത്ത്, അപ്പോൾ നമ്മളുടെ മലയാളത്തിലുള്ള ഒരുപാട് പദങ്ങൾ പഴയ കാലത്തുള്ള പോർച്ചുഗീസിൽ നിന്നും മലായിൽ നിന്നും ലാറ്റിൻ അമേരിക്കൻ ഭാഷകളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. എന്ന മാതിരി മലയാളത്തിൽ നിന്നുള്ള ഒരുപാട് ഭാഷകൾ അല്ലെങ്കിൽ വാക്കുകൾ മറ്റുള്ള ഭാഷകളിലേക്ക് പോകുന്നുണ്ട്. എന്നതുമാതിരി നമ്മൾ കാണുന്ന വസ്ത്രധാരണ, നമ്മളെ ഭക്ഷണം, പുട്ട് പോലുള്ളൊരു, പുട്ട് എന്ന് പറയുന്നത് അത് തന്നെ, ഇത് പിട്ട് എന്നുള്ള പേരിലാണ് ഇന്തോനേഷ്യയിലൊക്കെ ആൾക്കാർ കഴിക്കുന്നത്. പിട്ട് എന്ന് പറഞ്ഞിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഒരുപക്ഷെ പുട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയതാവാം, എന്നതുമാതിരി തന്നെ അവിടുന്ന് ഇങ്ങോട്ട് വന്നതോ ആവാം. അപ്പോൾ അങ്ങനെയുള്ള വിനിമയങ്ങൾ എന്ന് വെച്ചാൽ അത് പല ഭക്ഷണങ്ങളുടെ കാര്യത്തിലാണെങ്കിലും സാംസ്കാരികമായിട്ടുള്ള വിവിധ മേഖലകളിലുള്ള സ്വാധീനം വളരെ പ്രകടമാണ്. ഈ അടിമക്കച്ചവടം ഇവിടുന്ന് വളരെ വ്യാപകമായിരുന്നു. അതിനെക്കുറിച്ചിട്ടുള്ള രേഖകൾ അതായത് ഞാൻ പറയുന്നത്, ഇപ്പോൾ നമുക്ക് അറ്റ്ലാന്റിക് ട്രേഡ്, സ്ലേവ് ട്രേഡ് എന്ന് പറയുന്നത് ആഫ്രിക്കയിൽ നിന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുപോകുക, അതിനെക്കുറിച്ച് വളരെ എക്സ്റ്റെൻസീവായിട്ടുള്ള ഡോക്യുമെൻറ്റേഷനും ഒരുപാട് പഠനങ്ങളും ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ നിന്നുള്ള അതിനെക്കുറിച്ചിട്ടുള്ള വലിയ പഠനങ്ങൾ ആൾപ്പാടെ വിനിൽ പോളിൻ്റെ പഠനങ്ങളാണ് നമുക്കതിൽ വലിയൊരു യാഥാർത്ഥ്യമാണ്. എന്ന് വെച്ചാൽ പൊതുവെ നമ്മൾ അടിമ കച്ചവടത്തെ പറ്റി പറയുമ്പോൾ ഈ അറ്റ്ലാന്റിക് ട്രേഡിനെ പറ്റിയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, അറ്റ്ലാന്റിക് ആഫ്രിക്കൻ അമേരിക്കൻ ട്രേഡിനെ പറ്റിയാണ്. പക്ഷേ ഏറെക്കുറെ അത്ര തന്നെ പ്രാധാന്യത്തോടെ അല്ലെങ്കിൽ അതിനേക്കാളേറെ നമുക്കറിയില്ല. ഇപ്പോഴും മാത്രമാണ് കഴിഞ്ഞൊരു 10-20 വർഷത്തിനിടയിൽ മാത്രമാണ് ഇന്ത്യൻ മഹാസമുദ്ര തീരങ്ങളിലുള്ള അടിമക്കച്ചവടം, ഇന്ത്യൻ ഓഷ്യൻ ട്രേഡ്, സ്ലേവ് ട്രേഡിനെ പറ്റിയുള്ള പഠനങ്ങൾ നടക്കുന്നത്. അതിൽ തന്നെയും ആദ്യ ഘട്ടങ്ങളിലൊക്കെ ആഫ്രിക്കക്കാരായ ആൾക്കാരെ ഇന്ത്യൻ മഹാസമുദ്ര തീരങ്ങൾ വഴി നടത്തിയിരുന്ന കച്ചവടങ്ങളെ പറ്റിയിട്ടാണ് പഠനങ്ങൾ കൂടുതൽ നടന്നത്. ഇപ്പോൾ കഴിഞ്ഞൊരു എനിക്ക് തോന്നുന്നു 5-6 വർഷത്തിനിടയിൽ മാത്രമാണ് ഇന്ത്യക്കാരായ ആൾക്കാരെയും മറ്റുള്ള
വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനെ പറ്റിയിട്ടുള്ളത് നടത്തുന്നത്. അപ്പോൾ വിനിൽ പോളിൻ്റെ ഒരു പഠനം എന്ന് വെച്ചാൽ ഒരു 19-20 നൂറ്റാണ്ട് അല്ലെങ്കിൽ 18-19 നൂറ്റാണ്ടുകളിലുള്ള ഈ അടിമക്കച്ചവടങ്ങളെ പറ്റിയാണ്. അതിൻ്റെ മുമ്പ് തന്നെ എന്ന് വെച്ചാൽ വളരെ വ്യാപകമായിട്ട് തന്നെ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരെ അടിമകളായിട്ട് വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ലാറ്റിൻ അമേരിക്കൻ ഹിസ്റ്ററിയിൽ വർക്ക് ചെയ്യുന്ന നോറ ഗറാല എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ഹ്യൂസ്റ്റണിലെ ഹിസ്റ്ററിയിലെ അധ്യാപികയാണ്. അപ്പോൾ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നൊരു വർക്ക് എന്ന് പറയുന്നത് ഈ മലബാറിൽ നിന്ന്, ഈ നേരത്തെ പറഞ്ഞ വളരെ വിശാലമായ മലബാറിൽ നിന്ന് കൊണ്ടുപോയ വിവിധ അടിമ വിഭാഗങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിൽ മിക്കവാറും എല്ലാ അടിമകളെ പറയുന്നത് കൂടെയും അവരുടെ ജാതി പേരും കൂടെ കാസ്റ്റ എന്നുള്ളൊരു പദം കൂടെ പറഞ്ഞിട്ട് അതിൽ വിവിധ ജാതികൾ പറയുന്നുണ്ട്. അതിൽ പല ഈ നേരത്തെ പറഞ്ഞ മലബാർ, വെള്ളാള എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള വിവിധ ജാതികളെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന ഫിലിപ്പീൻസ്, മലേഷ്യ അല്ലെങ്കിൽ മലാക്ക, മനില, മെക്സിക്കോ സിറ്റി വരെ ഇങ്ങനെയുള്ള അടിമകളെ കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറയാം. അത് യൂറോപ്യർ തുടങ്ങുന്നതല്ല, അതിനു മുമ്പ് ഇന്ത്യക്കാരെ അറബികൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ 12-13 നൂറ്റാണ്ടിൽ ഞാൻ കണ്ട ഒമാനിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലുള്ള ഒരു ലീഗൽ ടെക്സ്റ്റിലുള്ള ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത് ഇന്ത്യക്കാരായ അടിമകളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അവർ പ്രത്യേകിച്ച് എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്താൽ അവരെ എങ്ങനെയൊക്കെ ശിക്ഷിക്കണം. അപ്പോൾ തലമുണ്ടനം ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഉയർന്ന ശിക്ഷയാണോ, അതോ അത് എല്ലാവർക്കും, എല്ലാ അടിമകൾക്കും, ഈ അടിമകൾക്കിടയിൽ തന്നെ വിവിധ ഹയറാർക്കി അവർക്കിടയിലുണ്ട്. ആഫ്രിക്കക്കാരായ അടിമകൾക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ശിക്ഷകൾ, ഇന്ത്യക്കാരായ അടിമകൾക്കുള്ള വേറെ പ്രത്യേക ശിക്ഷകൾ, എങ്ങനെ തുടങ്ങിയിട്ടുള്ള അത് പിന്നെ അത് 12-ാം നൂറ്റാണ്ട്, അതിനു മുമ്പുള്ള 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ടിലൊക്കെയുള്ള വിവിധ അറേബ്യൻ രാജാക്കന്മാരുടെ അമ്മമാർ പലപ്പോഴും ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരുന്ന സ്ത്രീകളായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ സ്ത്രീകളെ ഭാര്യമാരായിട്ട് വേണമെന്നില്ല, അവരെ സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ട് ആണ് പല രാജാക്കന്മാരും കണ്ടിരുന്നത്. അപ്പോൾ പല അങ്ങനെയുള്ള രാജാക്കന്മാരുടെയും അമ്മമാർ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരായിട്ട് നമുക്ക് 6-7 നൂറ്റാണ്ടുകളിലൊക്കെ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്നുള്ള അടിമക്കച്ചവടം വളരെ വ്യാപകമായിരുന്നു എന്ന് പറയും. അപ്പോൾ അത് ഇനിയും ശരിക്ക് പഠിക്കേണ്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ഇത് വരേണ്ട ഒരു വിഷയമാണ്. അതെ അതെ, തീർച്ചയായും. ഇപ്പം ഈ ഇന്ത്യൻ ഓഷൻ ഈ ട്രേഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പം മലബാറിൻ്റെ കാര്യത്തിലും വന്ന മറ്റേ മുഹമ്മദ് ഇന്നലത്തെ പ്രസൻറ്റേഷനിൽ പറയുന്ന നമ്മുടെ ഈ സോഴ്സസിനെ കുറിച്ചിട്ടാണ്, ഹിസ്റ്റോറിക്കലായിട്ടുള്ള ചരിത്രത്തിൻ്റെ നമ്മുടെ ഉപദാനങ്ങളെന്നോ. അപ്പോൾ അതിൽ നമ്മൾക്ക് പൊതുവേ ഉള്ളത് ഈ പറയുന്ന ബ്രിട്ടീഷ് കാലഘട്ടത്തിന് ശേഷമുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ 18-ാം നൂറ്റാണ്ടിനും അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ട് മുതലുള്ള. പക്ഷേ ഇപ്പോഴേ പറയുന്ന, ഇപ്പം ഇന്നലെ താങ്കളുടെ പ്രസൻറ്റേഷനിൽ പറഞ്ഞ ഒരുപാട് അറബിക് സോഴ്സസ് ഉണ്ട്, പേർഷ്യൻ സോഴ്സസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. അത് എങ്ങനെയാണ് നമ്മുടെ ഈ പഠനത്തിനെ സഹായിക്കുകയും അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് സമ്പുഷ്ടീകരിക്കുന്നത്? അത് എന്ന് വെച്ചാൽ ഒരു കൊളോണിയൽ കാലഘട്ടം മുതലുള്ള ഒരു പരാതിയാണ്, പൊതുവെ ഹിസ്റ്ററി എഴുതുന്ന ആൾക്കാരുടെ ഒരു പരാതിയാണ്, നമുക്ക് സ്രോതസ്സുകളില്ല, ഇന്ത്യക്കാർക്ക് ചരിത്രം സൂക്ഷിക്കുന്ന, ചരിത്രം എഴുതുന്ന ജോലി അറിയില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പിന്നെ പണി അവർക്ക് അറിയാത്തതുകൊണ്ട് അവർ ചരിത്രമൊന്നും എഴുതാറില്ല, സ്രോതസ്സുകളില്ല എന്നുള്ളത് വളരെ തെറ്റായ ഒരു ന്യായീകരണമാണ്. ശരിക്കും എന്ന് വെച്ചാൽ നമുക്ക് ഒരു വളരെ വ്യാപകമായിട്ടുള്ള സ്രോതസ്സുകൾ ഇന്ത്യയിലെ ഏത് വിഭാഗങ്ങളെ പറ്റിയാണെങ്കിലും, ഏത് പ്രദേശത്തെ പറ്റിയാണെങ്കിലും, ചെറിയ പ്രദേശത്തെ പറ്റിയിട്ടാണെങ്കിലും നമുക്ക് ലഭ്യമാണ്. അതിനുള്ള വലിയൊരു ഉദാഹരണമാണ് ഡച്ച് ആർക്കൈവ്സിലുള്ള ഈ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ ചെറിയ പ്രദേശങ്ങളെ പറ്റിയുള്ള വളരെ വിശാലമായ ആർക്കൈവ്സ് നമുക്ക് 17-18 നൂറ്റാണ്ടുകൾക്ക് ഇടയിൽ നമുക്ക് ലഭ്യമാണ്. അത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടേത് മാത്രമല്ല, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നതുമാതിരി ഫ്രഞ്ച്, പോർച്ചുഗീസ് തുടങ്ങിയിട്ടുള്ള യൂറോപ്യൻ സ്രോതസ്സുകൾ ഒരു ഭാഗത്ത്. പക്ഷേ യൂറോപ്യൻ സ്രോതസ്സുകളെക്കാളേറെ എനിക്ക് താല്പര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഡച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, ഡച്ച് സ്രോതസ്സുകൾ ഉപയോഗിക്കുന്ന ആളാണ്. അതൊരു ഒരു വർഷം കർക്കശമായും അതിനുശേഷം പിന്നെ ഒരു 3-4 വർഷത്തോളം ഡച്ച് ഭാഷ ഉപയോഗിക്കുകയും അതിൽ ലേഖനങ്ങൾ എഴുതുകയും അതിൽ വിവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളേറെ എനിക്ക് താല്പര്യം തോന്നുന്നത് നമ്മളെ തദ്ദേശീയമായ ഭാഷകളിൽ തദ്ദേശീയരായ ആൾക്കാർ ഉൽപ്പാദിപ്പിച്ച വിവിധ സ്രോതസ്സുകളാണ്. അത് ഒരുപാടുണ്ട്. അതെന്ന് വെച്ചാൽ സംസ്കൃത സ്രോതസ്സുകൾ, ഇപ്പോൾ ഈ പറഞ്ഞ കടൽ കച്ചവടമായിട്ടോ അല്ലാണെങ്കിൽ കടൽ വിനിമയങ്ങളെ പറ്റിയോ, സാംസ്കാരിക വിനിമയങ്ങളെ പറ്റിയോ ചരിത്രപരമായിട്ട് സംസ്കൃത സ്രോതസ്സുകൾ വളരെ വിരളമായിട്ടാണ് ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ കൊച്ചിയെ പറ്റി തന്നെയുള്ള ആദ്യത്തെ
അല്ലെങ്കിൽ നമുക്ക് ലഭ്യമായതിൽ നിന്ന് ആദ്യത്തേതെന്ന് പറയാവുന്ന ഗോശ്രീ നഗരവർണ്ണനം എന്ന് പറയുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ നാരായണിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗോശ്രീ നഗരവർണ്ണനം, ഈ നഗരവർണ്ണനം എന്ന് പറയുന്നത് സംസ്കൃതത്തിലെ ഒരു ജോൺറ ആണ്, നഗരങ്ങളെ പറ്റിയുള്ള വർണ്ണനം. ഇപ്പോൾ കൊച്ചി, ഗോശ്രീ എന്ന് പറയുന്നത് കൊച്ചി, ഗോശ്രീ നഗരവർണ്ണനം എന്ന് പറയുന്ന അദ്ദേഹത്തിന് അതിൽ കൊച്ചിയിൽ വന്ന കൊച്ചിയെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് അദ്ദേഹം എഴുതുന്നുണ്ട്. അപ്പം അതുമാതിരിയുള്ള അതിൽ പോർച്ചുഗീസുകാരോ അല്ലെങ്കിൽ പേർഷ്യക്കാരോ മറ്റൊക്കെയുള്ള ആൾക്കാർ വരുന്നതിനും ഇവിടെ കച്ചവടം ചെയ്യുന്നതിനും അവർ ധരിച്ച വസ്ത്രത്തെ പറ്റിയും അതൊക്കെ വളരെ അത്ഭുതത്തോടെ അദ്ദേഹം എഴുതുന്നത് കാണാം. ഒരു പക്ഷേ പോർച്ചുഗീസുകാരെ പറ്റി സംസ്കൃതത്തിൽ മാത്രമല്ല ഏതെങ്കിലും ഇന്ത്യൻ ഭാഷയിൽ നമുക്ക് ലഭ്യമായ ആദ്യത്തെ സ്രോതസ്സായിരിക്കും. സംസ്കൃതം പഠിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ സംസ്കൃതത്തിൽ കുറച്ചൊക്കെ ഈ ചരിത്ര സ്രോതസ്സുകൾ, ഈ മഹാകാവ്യങ്ങളെ പറ്റിയും മറ്റൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ഈ സ്രോതസ്സുകൾ അറിയുമെങ്കിലും ചരിത്രം പഠിക്കുന്ന ആൾക്കാർ ഇത്തരം സ്രോതസ്സുകൾ വളരെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ വിരളമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ സംസ്കൃതം ഒരു ഉദാഹരണമാണ്. എന്നതുമാതിരി മലയാളത്തിലുള്ള ഇപ്പോൾ ഈ അടുത്ത് ഒരുപാട് പേര് മലയാളം സ്രോതസ്സുകൾ, പ്രത്യേകിച്ച് എൻ്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തായ അഭിലാഷ് മലയിൽ പോലുള്ള കുറേ ആൾക്കാർ ഗ്രന്ഥവരി സ്രോതസ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. മലയാളം, തമിഴ് സ്രോതസ്സുകൾ, അതോടൊപ്പം അറബി എന്ന് പറയുന്നത് ഒരു തദ്ദേശീയ ഭാഷ ആയിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്, അതൊക്കെ നമ്മൾ കാണേണ്ടതും. അതിൽ അങ്ങനെ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള ഇപ്പോൾ സഞ്ജയ് സുബ്രഹ്മണ്യം, അമേരിക്കയിലെ UCLA യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ അറ്റ് ലോസ് ആഞ്ചൽസിലുള്ള പ്രൊഫസറായ സഞ്ജയ് സുബ്രഹ്മണ്യം, ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന മുസഫർ ആലവും, അവർ രണ്ടുപേരും കൂടെ ചേർന്ന് എഴുതിയൊരു ആർട്ടിക്കിൾ ലെറ്റേഴ്സ് ഫ്രം കണ്ണൂരിൽ നിന്നുള്ള കത്തുകൾ എന്ന് പറഞ്ഞിട്ട്. ആ കത്തുകൾ എന്ന് പറയുന്നത് കണ്ണൂരിൽ നിന്നുള്ള ചിറക്കൽ രാജാവ് പോർച്ചുഗീസ് രാജാവിന് എഴുതിയ കത്തുകളാണ്. ആ കത്തുകളിൽ എനിക്ക് തോന്നുന്നു 12-13 കത്തുകളാണെന്ന് തോന്നുന്നു. അതിൽ 12 എണ്ണവും പിന്നെ അറബിയിലാണ് എഴുതുന്നത്. അതായത് പോർച്ചുഗീസ് ഒരു സോക്കോൾഡ് ഹിന്ദു രാജാവ് ഒരു സോക്കോൾഡ് പോർച്ചുഗീസ് ക്രിസ്ത്യൻ രാജാവിന് എഴുതുന്നത് അറബിയിലുള്ള കത്തുകളാണ്. അപ്പോൾ എന്തിനാണ് അറബിയിൽ എഴുതുന്നത്? ഒരു കത്ത് പോർച്ചുഗീസിലാണെന്ന് പിന്നെ ഇന്നലെ നമ്മളെ സുഹൃത്ത് രേണു അബ്രഹാം പറയുണ്ടായി. അപ്പോൾ എന്ന് വെച്ചാൽ പോർച്ചുഗീസിൽ എഴുതുന്നുണ്ട്, പക്ഷെ അതിനേക്കാളേറെ അറബിയിലാണ് എഴുതുന്നത്. എന്ന മാതിരി തന്നെ കൊച്ചിയിലുള്ള രാജാവിന് ഇപ്പോൾ നമ്മളെ എറണാകുളം റീജിയണൽ ആർക്കൈവ്സിലുള്ള കത്തുകൾ നമുക്ക് കാണാം. രാജാവ് എഴുതുന്നതും അറബിയിലും പേർഷ്യനിലുള്ള കത്തുകൾ നമുക്ക് 18-ാം നൂറ്റാണ്ടോടൊക്കെ കാണാം എന്ന് തുടങ്ങിയിട്ടുള്ള. അപ്പോൾ അത് മുസ്ലിങ്ങൾ ഉറപ്പായിട്ടും അറബി ഉപയോഗിക്കുന്നുണ്ട്. എന്നതുമാതിരി സിറിയൻ ക്രിസ്ത്യൻ ആൾക്കാർ ഒരുപാട്, ഇപ്പോൾ ഈ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആർക്കൈവ്സിൽ തന്നെയുള്ള ഒരു രേഖ, ഒരു വികാരി അച്ഛൻ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എഴുതുന്ന കത്ത് മുകൾ ഭാഗത്ത് സുറിയാനിലും താഴ്ഭാഗത്ത് അറബിയിലുമാണ്. അപ്പോൾ എന്നുവെച്ചാൽ അത് ഹിന്ദുക്കളായിട്ടും ക്രിസ്ത്യാനികളായിട്ടും മുസ്ലിങ്ങളായിട്ടൊക്കെ അറബി ഭാഷ വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഈ ഹോർത്തൂസ് മലബാർക്കസ് എന്ന് പറയുന്ന അതിനകത്ത് അറബി ലിപി എഴുതിയിട്ടുള്ളത് ഒരു ഇറ്റാലിയൻ പാതിരിയാണ് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള വെച്ചാൽ വിവിധ തദ്ദേശീയമായ സ്രോതസ്സുകൾ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു കൾച്ചറൽ ഇന്ററാക്ഷൻ നടന്നിരുന്നു എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് അസ്യൂം ചെയ്യാവുന്ന ഒരു അല്ലെങ്കിൽ അതിൻ്റെ ഒരു തെളിവാണ് ഈ പറയുന്ന സാധനങ്ങൾ. ഉറപ്പായിട്ടും. അല്ലാതെ ഇതൊരു മുസ്ലിം മതപരമായ ഭാഷ മാത്രം ആയിരുന്നില്ല എന്നുള്ളത്. അതെ. എന്ന് മാത്രമല്ല അങ്ങനെയുള്ളൊരു വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഇൻ്റലക്ച്വൽ കൾച്ചറും ഈ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നും ഇവർക്കൊക്കെ ചരിത്രം എഴുതാനും വായിക്കാനും സ്രോതസ്സുകൾ രേഖപ്പെടുത്താനും അവർക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും ചരിത്രമില്ല, സ്രോതസ്സുകളില്ല എന്ന് എന്ന് പറയുന്നത് തെറ്റാണ്. എന്ന് മാത്രമല്ല യൂറോപ്യൻ സ്രോതസ്സുകളെ മാത്രം അവലംബിച്ചിട്ട് ഈ സ്ഥലങ്ങളുടെയോ സമുദായങ്ങളുടെയോ സമൂഹങ്ങളുടെയോ ഒക്കെ ചരിത്രം എഴുതുക എന്ന് പറയുന്നത് അവരോട് ചെയ്യുന്ന ഒരു നീതികേട് കൂടിയാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളിലുള്ള വ്യത്യസ്ത സ്രോതസ്സുകളെ ഉപയോഗപ്പെടുത്തുകയാണ് ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നല്ല, ചരിത്രത്തിൽ താല്പര്യമുള്ള ആർക്കും അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെയോ ഒരു ദേശത്തിൻ്റെയോ ഇതിൽ താല്പര്യമുള്ള എല്ലാവരും ചെയ്യേണ്ട ഒരു ബാധ്യതയാണ്. നമ്മൾ ഇപ്പം ജീവിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ചരിത്രം ഏറ്റവും അധികം കോൺടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. അതായത് 2 തരത്തിൽ ഉള്ള ഒരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഒന്നിപ്പം കേരളത്തിൻ്റെ ഒരു കോൺടെസ്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇവിടുത്തെ പറഞ്ഞ പോലെ വല്ലാതെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നുണ്ട് കേരളത്തിൻ്റെ ഒരു കോസ്മോപൊളിറ്റനിസം വെച്ചിട്ട്. നമുക്ക് അറബി അല്ലെങ്കിൽ ചൈന അല്ലെങ്കിൽ നമ്മുടെ ഏൻഷ്യൻ ട്രേഡ് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ കൊളോണിയൽ അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള യൂറോപ്യൻ ശക്തികൾ. അപ്പോൾ നമ്മളെല്ലാവരും എന്തോ വലിയൊരു
കക്ഷികളായിരുന്നു എന്ന് പറയുന്നത്. പക്ഷേ അതും നമ്മുടെ ഒരു യഥാർത്ഥ ചരിത്രത്തിൻ്റെ ഇതിന് ഏത് തരത്തിലാണ് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു തരം ഈ ഓർണമെൻറ്റേഷൻ ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു സാധനം നടക്കുന്നില്ലേ? അത് എന്ന് വെച്ചാൽ അങ്ങനെ കേരളത്തെ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ എക്സാജറേറ്റ് ചെയ്യുകയോ മറ്റോ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. മിക്കവാറും ഇന്ത്യയുടെ എല്ലാ ദേശങ്ങളുടെയും എല്ലാ സ്ഥലങ്ങളുടെയും അവസ്ഥ ഒരു സമയത്ത് ഇത് തന്നെയായിരുന്നു. എന്നുവെച്ചാൽ അത് എത്രയും വലിയ ഉൾനാടാണെങ്കിലും, അത് കശ്മീർ ആണെങ്കിലും മധ്യപ്രദേശ് ആണെങ്കിലും, ഇപ്പോൾ ഈ മധ്യപ്രദേശ് എന്നുള്ള മാൾവ എന്നുള്ളൊരു പ്രദേശം എടുക്കാം, ബീഹാർ, ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഗംഗാനദി വഴി ബീഹാറിൽ ആൾക്കാർ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്ന വ്യത്യസ്ത സമൂഹങ്ങൾ, സംസ്കാരങ്ങൾ ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മാൾവയെ പറ്റി ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഒരു 13-ാം നൂറ്റാണ്ടിലെ ഒരു ചൈനീസ് അക്കൗണ്ടിൽ മാൾവയിൽ നിന്ന് നടക്കുന്ന കച്ചവടത്തെ, അതായത് കാളകളുടെ പുറത്ത് ആയിരക്കണക്കിന് കാളുകളുടെ പുറത്ത് കോട്ടൺ തുണി കൊണ്ടുവന്നിട്ട് അവിടെ കച്ചവടം നടക്കുന്നതിനെ പറ്റി വിശദമായിട്ടിരുന്നു. അത് കിട്ടാൻ വേണ്ടിയിട്ട് ചൈനക്കാരായ ആൾക്കാരടക്കം അങ്ങോട്ട് പോകുന്നു. മാൾവ എന്ന് പറയുന്നത് ഒരു തീരപ്രദേശത്തൊന്നുമല്ല, വളരെ ഉൾനാട്ടിലുള്ള സ്ഥലമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അത് കേരളത്തിലെന്ന് വെച്ചാൽ പല കാരണങ്ങൾ കൊണ്ട് അത് 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും പ്രിസർവ് ചെയ്യപ്പെടുന്നു. മറ്റുള്ള സ്ഥലങ്ങളിൽ വ്യത്യസ്ത അത് രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, സാമ്പത്തിക കാരണങ്ങളുണ്ട്, ക്ലൈമറ്റിക് റീസൺസ് ഉണ്ട്, പലതരത്തിലുള്ള ഡ്രോട്ടുകൾ, വരൾച്ചകളൊക്കെ നടക്കുമ്പോൾ ഉള്ള മൈഗ്രേഷൻ കാരണമായിട്ടൊക്കെ പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ഇതിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് ചില സ്ഥലങ്ങളിൽ മാത്രമാണ്. അത് ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സംസ്കാരങ്ങൾ പരസ്പരം എന്നുവെച്ചാൽ ഇങ്ങനെ ഒരു പ്രൈവറ്റ് ഇത് എൻ്റെ സ്ഥലം മാത്രമാണ്, ഞങ്ങളുടെ ആൾക്കാരുടേത് ഇത് മാത്രമാണ് എന്നുള്ള രീതിയിൽ ആൾക്കാർ ഇത് ചെയ്യുന്നത് വളരെ വിരളായിരുന്നു. വിരളാണെന്നല്ല വെച്ചാൽ അങ്ങനെയുള്ള പലതരത്തിലുള്ള അസേർഷൻസും അതെന്ന് വെച്ചാൽ അതൊരു ഇങ്ങനെ ഏതെങ്കിലും എക്സോട്ടിസൈസ് ചെയ്യല്ല. ഒരുപാട് വയലൻസും ഇതിൻ്റെ ഭാഗമാണ്. കേരളം അടക്കമുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഈ പറയുന്ന 16-ാം നൂറ്റാണ്ട് 17-ാം നൂറ്റാണ്ടിൽ ഈ പറഞ്ഞ ഇപ്പോൾ അടിമകളെ കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്നത് വെച്ചാൽ പ്യുവർ വയലൻസ് ആണ്, അതിൽ യാതൊരു സംശയവും തട്ടിക്കൊണ്ടു പോകാന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരു കോസ്മോപൊളിറ്റൻ എന്നൊക്കെ പറയുന്നത് അത് എന്താ പറയുക വളരെ റോസി പിക്ചറായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അത് ഒരുപാട് വയലൻസിൻ്റെയും അടിസ്ഥാനം. ഇവിടെ ജൂതന്മാരും ക്രിസ്ത്യാനികളും തമ്മിൽ അടികൾ ഉണ്ടാകുന്നുണ്ട്, മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിൽ അടികൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ 16-ാം നൂറ്റാണ്ട് 1524 നടക്കുന്ന ഒരു കമ്മ്യൂണൽ കോൺഫ്ലിക്റ്റിനെ പറ്റിയൊക്കെ നമുക്ക് രേഖകൾ കാണുന്നു. അപ്പോൾ അങ്ങനെയുള്ള വെച്ചാൽ ഈ ഒരു പാസ്റ്റിനെ, അതായത് കഴിഞ്ഞ കാലത്ത് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ എക്സോട്ടിസൈസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് മാത്രമല്ല അത് കേരളത്തിൻ്റെ മാത്രം സ്വഭാവമല്ല, അത് മൊത്തം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെയും പല പ്രദേശങ്ങളിലും ഇന്ത്യൻ മഹാസമുദ്ര തീരം ഞാൻ പഠിക്കുന്നത് അതാണ്. ആ സ്ഥലങ്ങളിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളുടെയും സ്റ്റോറി ഇത് തന്നെയാണ്. പക്ഷേ ഇത് കഴിഞ്ഞൊരു 60-70 വർഷത്തിനുള്ളിൽ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് മറന്നു പോകുന്നു, അല്ലെങ്കിൽ എന്താ പറയുക മറക്കാൻ നിർബന്ധിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥ മാത്രമാണ് അതിലുള്ളത്. പക്ഷേ എല്ലാവരുടെയും കഥ ഏറെക്കുറെ സമാനം തന്നെയാണ് ഞാൻ തോന്നുന്നത്. ഇന്ത്യൻ ഓഷൻ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ പുതിയ ഇപ്പം സഞ്ജയ് സുബ്രഹ്മണ്യത്തിൻ്റെ പഠനങ്ങൾ, അതിനുശേഷം അതിൻ്റെ ഒറിജിനൽ വന്നിട്ട് തന്നെ ഇപ്പം 40 വർഷത്തോളം കഴിയുന്നുണ്ട്. ഈ പുതിയ ഇതിനകത്തുള്ള എന്താണ് ഒരു പോയിന്റ് ഓഫ് ഡിപ്പാർച്ചേഴ്സ് എന്ന് പറയുന്ന ഏത് നിലയിലേക്ക് മനസ്സിലാക്കാൻ പറ്റും? 2 തരത്തിലുള്ള പെട്ടെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ കെ.എൻ. ചൗധരിൻ്റെ അതിനു മുമ്പും ഒരുപാട് ആൾക്കാർ ഇന്ത്യൻ മഹാസമുദ്ര തീരങ്ങൾ അധികം ഒരു എക്കോണമിക് ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ സാമ്പത്തിക വിനിമയങ്ങളെ മുൻനിർത്തിയിട്ട് കച്ചവടത്തെ മുൻനിർത്തിയിട്ടുള്ള അതിൻ്റെ വിവിധ ആസ്പെക്റ്റുകൾ പറയുന്നത്, എത്ര കുരുമുളക് കൊണ്ടുവരുന്നു, എന്തായിരുന്നു അതിൻ്റെ വില, ആ വിലയിൽ വന്ന മാറ്റങ്ങൾ, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കുരുമുളക് മാത്രമല്ല അത് ചുക്ക്, ഏലം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ കമ്മോഡിറ്റികളെ പറ്റിയിട്ട് അതിൻ്റെ അങ്ങനെയുള്ളൊരു സാമ്പത്തിക ചരിത്രത്തിൽ ഊന്നിയിട്ടുള്ളതായിരുന്നു ഒരു കാലത്തെ വലിയൊരു പഠനം. പിന്നെ അതിനെ കുറച്ചൊന്ന് നവീകരിച്ച് വരുന്നത് ഈ പൊളിറ്റിക്കൽ എക്കോണമി എന്ന് പറയുന്ന തരത്തിലാണ്. എന്നുവെച്ചാൽ പൊളിറ്റിക്സിനെയും എക്കോണമിയെയും ചേർത്ത് കൊണ്ടുവന്ന്, അപ്പം വെച്ചാൽ സ്റ്റേറ്റ്, വിവിധ നാടുകളുടെയും അതോടൊപ്പം അതിനെ ചേർന്ന് നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ ഉള്ള ഒരിത്. പിന്നെ ഈ കഴിഞ്ഞ ഒരു 10-20 വർഷത്തിലധികമായിട്ട് അല്ലെങ്കിൽ 20 വർഷത്തോളം ആയിട്ടുള്ള വലിയൊരു ടേൺ എന്ന് പറയുന്നത് സാംസ്കാരികമായിട്ടുള്ള ഒരു ഊന്നലാണ്. വെച്ചാൽ കച്ചവടവും പൊളിറ്റിക്സും ഒക്കെ പ്രധാനമാണ്. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് നിൽക്കുന്നതാണ് ഈ ഒരു ജനങ്ങളിലുള്ള അവരുടെ സാംസ്കാരികമായിട്ടുള്ള മാറ്റങ്ങൾ, വിനിമയങ്ങൾ,
അങ്ങനെയുള്ള പല തരത്തിൽ. അപ്പോൾ ഈ പല ഇങ്ങനെയുള്ള സമൂഹം വഴി ആൾക്കാർ പോകുന്നതിൻ്റെ അല്ലെങ്കിൽ പോയ ആൾക്കാരുടെ ഒരു ചരിത്രം, അവരുണ്ടാക്കുന്ന മാറ്റങ്ങളുടെ ഭാഷയിലോ വസ്ത്രത്തിലോ ഭക്ഷണത്തിൻ്റെയോ ഒക്കെയുള്ള മാറ്റങ്ങളെ പറ്റിയിട്ട്, പിന്നെ ഈ ഒരു സങ്കര സ്വഭാവങ്ങളിലുള്ള ക്രിയോളൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി, അത് ആർട്ടിൻ്റെ കാര്യത്തിൽ, വിഷ്വൽ മെറ്റീരിയലുകൾ കാര്യത്തിൽ, അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ ഒരുപാട് പഠനങ്ങൾ കഴിഞ്ഞൊരു 10-20 വർഷത്തിനിടയിൽ നടക്കുന്നുണ്ടെന്ന് പറയും. ഒരു സോഷ്യൽ ഹിസ്റ്ററി, അതോടൊപ്പം കൾച്ചറൽ ഹിസ്റ്ററി ഒക്കെ. പക്ഷെ ഈ നിലയിലുള്ള വളരെ സമ്പന്നമായിട്ടുള്ള ഒരു പഠനങ്ങൾ നടക്കുമ്പോഴത്തേക്ക് തന്നെ ഒരു നിർഭാഗ്യകരമെന്ന് പറയുന്നത്, ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ വേറൊരർത്ഥത്തിൽ ഏറ്റവും എന്താ പറയുന്ന നാരോ ഇതായിട്ടുള്ളൊരു ഹിസ്റ്റോറിക്കൽ സാധനം പ്രത്യേകിച്ച് പോപ്പുലർ മണ്ഡലത്തിൽ വരുന്നത്. അത് എങ്ങനെയാ ഒരു ഡൈക്കോട്ടമിയാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? അത് വളരെ സത്യമാണ്. പക്ഷെ ഞാനത് മനസ്സിലാക്കുന്നത് അത് പരസ്പര പൂരകങ്ങളാണ്, അല്ലെങ്കിൽ പരസ്പരമുള്ള പ്രതികരണങ്ങളാണെന്ന് പറയാം. അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചരിത്രം ഉണ്ടാവുന്നത് എന്നും ഈ പുതിയ രീതിയിൽ ചരിത്രത്തെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളത്. പഴയകാലത്ത് അങ്ങനെയുള്ള ചരിത്രം എഴുതിയതുകൊണ്ടാണ് ഈ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അതിനോട് ഉണ്ടാവുന്നതും എന്നും അങ്ങനെ 4 തരത്തിൽ നമുക്ക് കാണാം. അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ നമ്മളിങ്ങനെ ഞാൻ ക്രിറ്റിസൈസ് ചെയ്യുകയല്ല, പക്ഷെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല. ഒരു 60കൾക്ക് ശേഷമൊക്കെ ഉള്ള ഒരു ചരിത്ര രചന നമ്മൾ ഇപ്പോൾ റോമില താപ്പറൊക്കെ അവരൊക്കെ എപ്പോഴും പറയുന്നതാണെന്ന് വെച്ചാൽ പുതിയ രാജ്യം ഉണ്ടാവുന്നു, അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ചരിത്ര രചനയുടെ ഒരു രീതിയുണ്ട്, അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് എന്താണ് ഇന്ത്യ, കാരണം എന്താ വെച്ചാൽ പുതിയൊരു രാജ്യം രൂപപ്പെട്ടല്ലോ. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പുതിയ ഒരു നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയൻസിനെ നിന്ന് മാറിയിട്ട് വേറൊരു തരത്തിൽ വെച്ചാൽ എങ്കിലും ഒരു നാഷൻ തന്നെയാണ് അതിൻ്റെ ഒരു സോൾ. അപ്പോൾ ആൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി എഴുതും എന്നുവെച്ചാൽ ഒരു ഓക്സിമോറോൺ ആണത്, എന്താന്നുള്ള ആൻഷ്യൻ്റ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി അപ്പോൾ വെച്ചാൽ പല തരത്തിലുള്ള അതിൽ എന്ന് വെച്ചാൽ ഒരു അൾട്രാ സെക്കുലറിസം കൊണ്ടുവരുന്ന ഒരു പ്രവണതയൊക്കെ. അൾട്രാ സെക്കുലറിസം എന്ന് പറയുന്നത് അത് ഏതെങ്കിലും തരത്തിലുള്ള അജക്റ്റീവ്സ് ഉപയോഗിച്ചിട്ട് ഞാൻ അതിനെ നീതീകരിക്കുകയോ റിജക്റ്റ് ചെയ്യുകയോ അല്ല ചെയ്യുന്നത്. പക്ഷേ അതിനോടുള്ള അങ്ങനെയുള്ള ഒരു ചരിത്ര രചനയോടുള്ള ഒരു പ്രതിഷേധമാണ് ഒരു പോപ്പുലർ ഹിസ്റ്ററിയിൽ വരുന്നത്. എന്ന് വെച്ചാൽ ഇതിനെ പൂർണ്ണമായിട്ടും തിരസ്കരിച്ചിട്ട് ഇങ്ങനെയല്ല ചരിത്രം എഴുതുന്നത്, ഈ ചരിത്രം എഴുതുന്ന ആൾക്കാരൊന്നും നമ്മളെ പ്രതിനിധാനം ചെയ്യുന്നില്ല, ശരിക്കുള്ള ചരിത്രം ഇതാണെന്ന് പറഞ്ഞിട്ട് വാട്സപ്പിലൂടെയും മറ്റൊക്കെയുള്ള ചരിത്രം, നിങ്ങൾ എവിടെയും കേൾക്കാത്ത ചരിത്രം ഇതാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള ഒരു ചരിത്രത്തോടുള്ള ഒരു സമീപനം വെച്ചാൽ പൊതുജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഒരു പോപ്പുലിസ്റ്റ് ഹിസ്റ്ററി ഇതിനോട് അങ്ങനെ വരുമ്പോഴാണ് അതിനോടുള്ള ഒരു പ്രതികരണമായിട്ടായിരിക്കണം ചിലർ പക്ഷേ ഇങ്ങനെയുള്ള വ്യത്യസ്ത സംസ്കാരങ്ങളെയും വിഭാഗങ്ങളെയും ഒക്കെ അവരുടെ വ്യത്യസ്തമായ വിനിമയങ്ങളെ അല്ലെങ്കിൽ അവ തമ്മിലുള്ള ഉപാദാനങ്ങൾ ആദാന പ്രദാനങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ചരിത്രത്തോടുള്ള സമീപനം ഉണ്ടാവുന്നത് എന്നായിരിക്കണം എനിക്ക് തോന്നുന്നത്. കാരണം അത് ഞാൻ അങ്ങനെ കൂലങ്കഷമായിട്ട് ആലോചിക്കുന്നതല്ല, പക്ഷെ സ്വാഭാവികമായിട്ടും ഒരു പ്രോപ്പർ മാർക്സിയൻ പെർസ്പെക്റ്റീവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു തെസിസ് ഉണ്ടാകുമ്പോൾ ആൻറ്റി തെസിസ് ഉണ്ടാവും, അതിൽ നിന്നൊരു സിന്തസിസ് വരുന്നില്ല. അപ്പം എന്ന് വെച്ചാൽ പഴയ ഒരു ചരിത്ര രചനാ രീതിക്ക് ഉള്ള ഒരു പ്രതിഷേധമായിട്ട് വരുന്ന ആൻറ്റി തെസിസ് അതിൽ നിന്ന് വേറൊരു സിന്തസിസ് ആയിട്ടായിരിക്കണം ഈ ഒരു തരത്തിലുള്ള ചരിത്ര രചന സംഭവിക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ നടക്കുന്നതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ എങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു ഇതിന് വരുമ്പോഴത്തേക്കാണ് ഞാനും മുഹമ്മദിൻ്റെ വളരെ അടുത്ത കാലത്ത് ഇറങ്ങിയ പുസ്തകത്തിൻ്റെ ഒരു പശ്ചാത്തലം പറയണം, മൃഗ കലാപങ്ങളെന്ന് പറയുന്നത്. അത് തുടങ്ങുന്നത് അതിൻ്റെ പശ്ചാത്തലം 1921 മറ്റേ മലബാർ കലാപത്തിൻ്റെ ഒരു ഇതിലാണ് വരുന്നത്. ആ കലാപത്തിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടും ആ കലാപമെല്ലാം തുടങ്ങുന്നതിനും ദശകങ്ങൾക്ക് മുമ്പ് തന്നെ അതിന് അങ്ങനെ ഒരു കലാപത്തിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ഇത് ആ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാകും. പ്രത്യേകിച്ച് ഇവർ മറ്റേ ഇതിൻ്റെ ഒരു റെജിമെൻറ്റിനെ ഇവിടെ തയ്യാറാക്കുന്നു എന്ന് പറയുന്നു. കോവർ കഴുതകളെ കൊണ്ടുള്ള അല്ലെങ്കിൽ ആ പറയുന്ന ഒരു റെജിമെൻറ്റിന്. അപ്പം അതെങ്ങനെയാണ്, അത് എവിടെ നിന്നാണ് അതിൻ്റെ ഒരു സംഭവം ആ പഠനത്തിൽ അത് വരുന്നത് വെച്ചാൽ ഈ മലബാർ കലാപത്തെ പറ്റിയുള്ള ആലോചനകൾ അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള ഡോക്യുമെന്റുകൾ കുറേ കാലമായിട്ട് ഇങ്ങനെ ശേഖരിച്ചു വെക്കുന്നത് വെച്ചാൽ എൻ്റെ ഒരു റിസർച്ചിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള റിസർച്ചിന്റെ ഭാഗമൊന്നുമല്ല. ഞാൻ അധികം ഇങ്ങനെ ഒരു 18ാം നൂറ്റാണ്ടിന് മുമ്പുള്ള കാര്യങ്ങളാണ് എനിക്ക് കുറെ താല്പര്യമുള്ളത്. എങ്കിലും ജെ.എൻ.യുവിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക്
CH മുഹമ്മദ് കോയ ലൈബ്രറിൻ്റെ ഒരു റിസർച്ച് സെൻറ്റർ, മാപ്പിള ഹെറിറ്റേജ് ലൈബ്രറി എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവരൊരു ചെറിയൊരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു ഈ നാഷണൽ ആർക്കൈവ്സിലുള്ള മലബാർ കലാപവുമായി ബന്ധപ്പെട്ട രേഖകൾ കളക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ സമയം മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു ഇതാണ്, എവിടെ പോവുകയാണെങ്കിലും മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഡോക്യുമെൻ്റ് ചെയ്യുക. അങ്ങനെ ഒരു 10 വോളിയത്തോളം രേഖകൾ, 10 വോളിയത്തിലധികം പബ്ലിഷ് ചെയ്യാനുള്ള രേഖകൾ പലപ്പോഴായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ ഇടയിൽ ഈ സൈനിക രേഖകൾ നോക്കുക എന്ന് പറയുന്നത് അത് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ്. അന്നത്തെ സാധാരണ മറ്റ് പല പഠനങ്ങളിലും ഞാനത് കണ്ടിട്ടില്ല. അത് മാത്രമല്ല, ഒരുപാട് വ്യത്യസ്ത രേഖകളുണ്ട്. സൈനിക രേഖകൾ അതിൻ്റെ വളരെ കോറായിട്ട് നിൽക്കുന്നു. അതോടൊപ്പം ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ്, ഓട്ടോബയോഗ്രഫി, മെമ്മോവാസ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രേഖകൾ പലപ്പോഴായിട്ട് പല ഭാഷകളിലുള്ളത്, അത് ഈവൻ ഡച്ചിലുള്ളത്, പിന്നെ വിവിധ യൂറോപ്യൻ സ്രോതസ്സുകളുള്ളത്, വിവിധ ഇന്ത്യൻ ഭാഷകളിലുള്ളത്, അത് ഉറുദു, പേർഷ്യൻ, ബംഗാളി, അങ്ങനെ ഇറ്റാലിയനിലൊക്കെ ഉള്ള. ഇപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ മലബാർ കലാപത്തെ പറ്റി എഴുതപ്പെടുന്ന ആദ്യത്തെ ഒരു നാടകം ഇറ്റാലിയനിലുള്ളതാണ്. അതും 1923 കോഴിക്കോട് ഒരു പാതിരിയായിട്ടുണ്ടായിരുന്ന, ഇറ്റാലിയൻ പാതിരിയായിട്ടുള്ള ഒരാൾ ല റിവോൾത്ത മലബാർ എന്ന് പറഞ്ഞിട്ട് ഒരു നാടകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ ഭാഷകളിലുള്ള അങ്ങനെ ശേഖരിച്ചിട്ടുണ്ട്. അതെല്ലാം പബ്ലിഷ് ചെയ്യണമെന്ന് കുറേ ആയിട്ടുള്ള ആഗ്രഹമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വളരെ യാദൃശ്ചികമായിട്ടാണ് ഈ പറഞ്ഞ സുധേട്ടൻ പറഞ്ഞ ആ ഒരു ഡോക്യുമെൻ്റ് ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ആനകളെ വിറ്റിട്ട് കഴുതുകളെ വാങ്ങുന്നതിൻ്റെ ഒരു ആവശ്യകതയെ പറ്റിയുള്ള കുറച്ച് ഒരു കറസ്പോണ്ടൻസ്, അത് വളരെ കണ്ണിങ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇനിയും കലാപങ്ങൾ ഉണ്ടാവുമെന്ന് മുൻകൂട്ടി കണ്ട് ഈ ഉൾനാടുകളിലേക്ക് എത്താൻ ആനകൾക്ക് സമയം അധികം വേണം, അതോടൊപ്പം ചെലവും അധികം വേണം. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി നമുക്ക് കഴുതുകളെ വാങ്ങാമെന്നുള്ള അത് വളരെ ഒരു എന്താ പറയുക സ്പാർക്കിംഗ് ആയിട്ട് തോന്നി. വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു വളരെ മൈന്യൂട്ടെന്ന് തോന്നുന്ന, അത് മൈനോട്ടെന്ന് തോന്നുകയെങ്കിൽ വളരെ അവരെ സംബന്ധിച്ച് വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ്. കാരണം ചില കലാപത്തെ അടിച്ചമർത്താൻ അവരുടെ ലോജിസ്റ്റിക്സും ട്രാൻസ്പോർട്ടേഷനും, കാരണം മറ്റ് പോത്തുവണ്ടികൾ മുഴുവൻ ഓൺ ചെയ്യുന്ന മാപ്പിളമാരാണ്. അവര് വണ്ടി കിട്ടിയില്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ അവരുടെ മുഴുവൻ മൊബിലിറ്റിയും പോകും. അതെ, കാളവണ്ടിക്കാരെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല. കാരണം അധികം മാപ്പിളമാരാണ് അവരുള്ളത്. മാപ്പിളമാരൊക്കെ കലാപത്തിന്റെ കൂടെയാണ് എന്നുള്ളത്. ഒരുപാട് മാപ്പിളമാർ കലാപത്തിനെതിരായിരുന്നെങ്കിലും അങ്ങനെയുള്ളൊരു മിസ്ട്രസ്റ്റ് ഇവർക്കിടയിലുണ്ടായിരുന്നു. അപ്പോൾ അതിനോട് തുടർന്ന് തന്നെ മൊത്തമൊരു ഫയൽ മുഴുവൻ ആനകളുടെ ഈ ആനപ്പന്തികൾ മലപ്പുറത്ത് ആനപ്പന്തികൾ സ്ഥാപിക്കുന്നുണ്ട്. ഒരു ഫയൽ മുഴുവൻ അതിനെ പറ്റിയുള്ളതാണ്. ആനന്ദകൾ ഇത് രണ്ടും കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്ന് വെച്ചാൽ മൃഗങ്ങളെ മുൻനിർത്തിയിട്ടുള്ള ഒരു ചരിത്രം. അത് പലപ്പോഴായിട്ട് അതിന് മുമ്പ് ഞാൻ അശോക യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ HODയും ഓഫീസിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന പ്രൊഫസർ മഹേഷ് രംഗരാജൻ, നമ്മളെ ഈ എൻവയോൺമെൻറ്റൽ ഹിസ്റ്ററിയിലൊക്കെ അദ്ദേഹമായുള്ള ഒരുപാട് സംസാരങ്ങൾ ടൈഗറിനെ പറ്റിയിട്ടും ആനിമൽസിനെ പറ്റിയിട്ടൊക്കെ മൃഗങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം അശോകയിൽ തന്നെ ഒരു ചെറിയ കോൺഫറൻസ് ഉണ്ടായിരുന്നു. അവിടെയുള്ള PhD ചെയ്യുന്ന സ്റ്റുഡൻസൊക്കെ ആനിമൽസ് ഇൻ സൗത്ത് ഏഷ്യൻ ഹിസ്റ്ററി എന്നൊക്കെ പറയാം. അപ്പോൾ അതിനു വേണ്ടി നടത്തിയുള്ള റീഡിങ്ങുകളും പിന്നെ ഈ ഡോക്യുമെൻറ്റ്സ് കണ്ടതൊക്കെയാണ് മലബാർ കലാപത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ള മൃഗങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവിൽ അത് സാമുദായികമായിരുന്നോ അല്ലെങ്കിൽ കാർഷിക കലാപമായിരുന്നോ വർഗീയമായിരുന്നോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പ്രധാനമാണെങ്കിലും ഈ ഒരു മൃഗങ്ങളുടെ ഒരു ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ അതിനെ കാണാമെന്നുള്ള അതിലെനിക്ക് ഏറ്റവും ഇതായിട്ടുള്ള ഈ പറയുന്ന നായ്ക്കളെ കുറിച്ചിട്ടുള്ള ചാപ്റ്ററില്ലേ, അതിൽ എങ്ങനെയാണ് ഒരു ബ്രിട്ടീഷുകാർ ഒരു ഐഡിയോളജി അല്ലെങ്കിൽ ഒരു കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ ഒരു ഐഡിയോളജി ഉണ്ടാക്കുന്നത്. അതായത് പേ പിടിച്ച നായ്ക്കളെ പോലെ മാപ്പിളമാരെ കൊല്ലാമെന്ന് പറയുന്ന ഒരു പ്രയോഗം ഏതൊരു ഡോക്യുമെന്റ്സിന് നിങ്ങൾ ഉദ്ധരിക്കുന്നു. അങ്ങനെയുള്ള വെച്ചാൽ അത് പലതരത്തിലുള്ള സിംബോളിക്കുമാണ്, ലിറ്ററലുമാണ്. അത് അത്ര തന്നെ ആൾക്കാരെ കൊല്ലുന്നില്ല. മദ്രാസ് പ്രവിശ്യയിൽ ഒരു വർഷം കൊന്ന തെരുവ് നായ്ക്കളുടെ അത്ര തന്നെ മാപ്പിളമാരെയും പിന്നെ കലാപത്തിന്റെ സമയത്ത് കൊല്ലുന്നുണ്ട്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കലി ലിറ്ററലിയും അത് സെയിമാണ്. എന്നതുമാതിരി ഒരു റട്ടോറിക്കലി ചില പ്രസംഗത്തിലോ എഴുത്തിലോ ഒക്കെയാണ് ഒരു ബ്രിട്ടീഷുകാരൻ പറയുന്നത് പേ പിടിച്ച നായ്ക്കളെ നമ്മൾ എങ്ങനെ കൊല്ലുന്നത് എന്ന മാതിരി തന്നെയാണ് ഈ മാഡ്മെൻ ആയിട്ടുള്ള മാഡ് മാപ്പിള പിന്നെ ഒരു പ്രത്യേക പ്രയോഗമുണ്ട്. ഹാലിളക്കം എന്ന് പറയുന്നത് ഹാലിളക എന്ന് പറയുന്നത് അതെന്നുവെച്ചാൽ ഭ്രാന്ത് പിടിക്കുക എന്നുള്ളതിന് സമാനമായിട്ട്. അപ്പോൾ അതിൽ എനിക്കിതുപോലെ പെട്ടെന്ന് ഈ മലബാർ കലാപമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ഒരു ഇതിലാണ് ഈ ബ്രിട്ടീഷുകാർ മലബാർ ഏറ്റെടുക്കുകയും അല്ലെങ്കിൽ ആ ഒരു പീരീഡിൽ തുടങ്ങുന്നതാണല്ലോ ഈ മാപ്പിളകളുടെ ഈ കലാപം എന്ന് പറയുന്നത്.
1806 മുതലൊക്കെയാണ് ആദ്യമായിട്ട് അങ്ങനത്തെ ഈ കലാപങ്ങൾ വരുന്നത്. അപ്പം അവിടെ നിന്ന് ആ റെക്കോർഡുകളിലാണല്ലോ ഈ മാപ്പിളമാർക്ക് ഇതുപോലെ തന്നെ ഒരു എന്താണ് ഇറേഷണലാണ്, ഫാനാറ്റിക്കാണ് തുടങ്ങിയ തരത്തിലുള്ള ഡിസ്ക്രിപ്ഷൻ. ഇതിന് മുമ്പുള്ള ഏതെങ്കിലും യൂറോപ്യൻ സ്രോതസ്സുകളിൽ അങ്ങനെ മാപ്പിളമാരെ ഡിസ്ക്രൈബ് ചെയ്യുന്ന എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അത് പല തരത്തിലാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയാം അല്ലേ, അത് എങ്ങനെ വരുന്നു, എപ്പോൾ വരുന്നു എന്നുള്ള. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റീഫൻ ഡെയിലിൻ്റെ പഴയ ഒരു പുസ്തകമുണ്ട് 1980. അപ്പോൾ അതിൽ പറയുന്നത് ഇതൊരു ലോങ് ഹിസ്റ്ററിയുടെ ഭാഗമാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഇതിൽ എന്നുവെച്ചാൽ മാപ്പിളമാർ മൊത്തം അങ്ങനെയാണെന്നുള്ള രീതിയിലാണ്. പക്ഷെ അത് പോർച്ചുഗീസുകാർ വേറൊരു തരത്തിലാണ്. അപ്പോൾ എന്നുവെച്ചാൽ ഇവരെല്ലാവരും കടൽ കൊള്ളക്കാരാണ്, പിന്നെ ഈ പൈറേറ്റ്സ് ആണ്, ഈ കുഞ്ഞാലി മരക്കാർ മാതിരിയുള്ള മരക്കാർമാരൊക്കെ അവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ ഇത് ഒരു കടൽ കൊള്ളക്കാർ എന്നുള്ള രീതിയിലാണ്. പിന്നെ അതിനെ തുടർന്നുള്ള വിവിധ കലാപങ്ങൾ, വിവിധ ഇതിലുള്ള ഇതെന്ന് വെച്ചാൽ മൊത്തം മാപ്പിള പൈറേറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്രയോഗം യൂറോപ്യൻ സ്രോതസ്സുകൾ വളരെ കാണാം. അതിനൊക്കെ തുടർച്ചയായിട്ട് നമുക്ക് ഈ കലാപങ്ങളെ പറ്റിയിട്ടും കാണാം. ഇങ്ങനെയുള്ള ഈ ഒരു എന്താ പറയുക, ഒരു ഫനാറ്റിക് ആണ്, അല്ലെങ്കിൽ ഇറാഷണലാണ്, അല്ലെങ്കിൽ പറഞ്ഞാൽ കേൾക്കില്ല തുടങ്ങിയിട്ടില്ല. പക്ഷെ അതൊരു പൊതുവിൽ ഈ ബ്രിട്ടീഷ് റെക്കോർഡിലാണ് ഈ പറയുന്ന ഒരു അവസ്ഥയിലുള്ളത്. അത് ഭയങ്കര ക്ലിയർ ആയിട്ട് കാണുന്നത്. എന്നുവെച്ചാൽ നമുക്കത് ഞാൻ നോക്കിയതിൽ നമുക്ക് കാണുന്നു. പക്ഷെ അതിൻ്റെ സമാനമായിട്ടുള്ളത് എന്നുവെച്ചാൽ പോർച്ചുഗീസ് സ്രോതസ്സുകളിലും പിന്നെ ഡച്ച് സ്രോതസ്സുകളിലൊക്കെ, അത് ഡച്ച് സ്രോതസ്സുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാപ്പിളമാരെ മാത്രമല്ല, മാപ്പിളമാരെ പറ്റി പക്ഷേ വളരെ കുറച്ച് മൊത്തം മലയാളികളെ പറ്റിയും അതിന് സമാനമായിട്ടൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇന്നലെ നമ്മളെ പ്രൊഫസർ ജോസ് ഗൊമാൻസ് ലൈഡൻ യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ടായിരുന്ന എന്നുവെച്ചാൽ 18-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന മിക്കവാറും കൊച്ചിയിലുണ്ടായിരുന്ന ഡച്ച് ഗവർണർമാർ മലയാളികളെ പറ്റി മൊത്തം പറയുന്നത് ഇതേമാതിരി തന്നെയാണ്. ഡിസീറ്റ്ഫുള്ളാണ്, വഞ്ചകരാണ്, വിശ്വസിക്കാൻ കൊള്ളില്ല, ഒരുപാട് സംസാരിക്കും, പക്ഷെ കാര്യങ്ങളിൽ അടുത്തേക്ക് എത്തുമൊന്നും ചെയ്യില്ല. അപ്പോൾ അത് പൊതുവെയുള്ള ആ ഒരു സമയത്തുള്ള ഒരു സിനോഫോബിയ അല്ലെങ്കിൽ റേഷ്യസത്തിൻ്റെ ഒക്കെ വിവിധ ഇതായിട്ട് അത് നമുക്ക് ഈ കലാപത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ അത്തരം രേഖകൾ 19-ാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോൾ വളരെ ഇംഗ്ലീഷിലായതുകൊണ്ടും വളരെ വ്യാപകമായി ലഭ്യമാകുന്നതുകൊണ്ട്, പിന്നെ എന്നുവെച്ചാൽ പൊതുവെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരം എന്താ പറയുക ലേബലുകൾക്കുള്ള ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയും ആയിട്ടാണ് നമുക്കിത് അറിയുന്നത്. പക്ഷെ അതിന് മുമ്പേ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ചരിത്രപരമായി രേഖകളുടെ ഇത് പറയുമ്പോഴത്തേക്ക് ഇപ്പം താങ്കൾ മറ്റേ ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറിയിൽ ഇരുന്നിട്ടുള്ള ഈ അറബി മലയാളം എന്ന് പറയുന്നതിൻ്റെ ഒരു സംഭവങ്ങൾ ഇപ്പോൾ 400-ലധികം മാനുസ്ക്രിപ്റ്റ്സും മറ്റു സാധനങ്ങളും അത് ഇത് ചെയ്തിട്ടുണ്ടെന്ന്, അതിൻ്റെ ഒരു സംഭവം എങ്ങനെയായിരുന്നു? അത് ഞാൻ എന്ന് വെച്ചാൽ മരുമക്കത്തായത്തെ പറ്റിയാണ് എൻ്റെ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തോളമായിട്ടുള്ള ഗവേഷണം ഉള്ളത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ലൈബ്രറിയിൽ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സൗത്ത് ഏഷ്യൻ സെക്ഷൻ്റെ ക്യൂറേറ്റർ ആയിട്ടുണ്ടായിരുന്ന അവർ നൂർ സോബേസ് ഖാൻ എന്ന് പറയുന്നത്, അവർ പറഞ്ഞ കുറേ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ട് ഇവിടെ. അത് പിന്നെ അവർക്ക് കാറ്റലോഗ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അറബി ലിപിയിലാണ്, പക്ഷേ അത് വായിച്ചിട്ട് അറബി അല്ലാന്ന് തോന്നുന്നു. അപ്പോൾ അത് നോക്കൂ. പിന്നെ എന്ന് വെച്ചാൽ മലയാളത്തിലുള്ള ക്യൂറേറ്ററുമായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ അറബി മലയാളമാണെന്ന് ഏറെക്കുറെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാണെങ്കിലും അത് വായിക്കാൻ വളരെ ബുദ്ധിമുട്ട്. അറബി അറിയുന്ന ആൾക്കാർക്ക് അത് വായിച്ചിട്ട് മനസ്സിലാക്കാൻ അറബി അല്ലാതെ മലയാളം അറിയുന്ന ആൾക്കാണെങ്കിൽ അത് വായിക്കാനും പറ്റുന്നില്ല. അപ്പോൾ അത് രണ്ടും കൂടെ ഒരുമിച്ച് ഇരുന്ന് ഏതെങ്കിലും തരത്തിൽ നോക്കിയിട്ട് അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ എനിക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് രേഖകൾ, പ്രത്യേകിച്ച് സ്ത്രീകളാൽ എഴുതിയത്, സ്ത്രീകൾക്ക് വേണ്ടി എഴുതിയത്, അങ്ങനെയൊക്കെയുള്ള വിവിധ രേഖകൾ അതിൽ കാണുകയും ഞാനത് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഞാൻ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു സർവീസ് എന്നുള്ള രീതിയിൽ അത് കാറ്റലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാറ്റലോഗിങ് എന്ന് പറയുന്നത് ഞാൻ ലൈബ്രറി സയൻസ് പഠിച്ച ആളൊന്നുമല്ല, എങ്കിലും എന്നെക്കൊണ്ട് അറിയുന്ന അതിൻ്റെ ടൈറ്റിൽ, പിന്നെ അതിലുള്ള കണ്ടൻറ്റിനെ പറ്റിയുള്ള ചെറിയൊരു വിവരണം, പിന്നെ പബ്ലിഷർ, അതിൻ്റെ പ്ലേസ് ഓഫ് പബ്ലിക്കേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ച് ഇങ്ങനെ ഒരു പലപ്പോഴായിട്ട് വിവിധ യാത്രകൾക്കിടയിൽ 2-3 വർഷത്തിനിടയിൽ എനിക്കതിൽ 150ഓളം ടൈറ്റിലുകൾ മാത്രമാണ് അത് കാറ്റലോഗ് ചെയ്യാൻ പറ്റിയത്. പക്ഷേ അതിൽ പിന്നെ പലപ്പോഴും ഞാനിങ്ങനെ കഴിഞ്ഞ് വരുമ്പോൾ ഈ ഇതിൻ്റെ സൗത്ത് ഏഷ്യൻ സെക്ഷൻ്റെ ക്യൂറേറ്റർ ആയിട്ടുള്ള അവർ പറയും പുതിയൊരു ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട്, അപ്പോൾ 400-ലധികം രേഖകൾ അറബി മലയാളത്തിലുള്ളത് ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഇപ്പോഴും കാറ്റലോഗ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറെക്കുറെ കംപ്ലീറ്റ് ആവാറായി എന്ന് പറഞ്ഞു. അപ്പം അതാണ് ഞാനത് വളരെ യാദൃശ്യമായിട്ടാണ് ഞാനത് കാണുന്നത്. ഈ രേഖകൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ എന്താണ് പുതുതായിട്ട് നമുക്ക് എന്താണ് നമ്മുടെ ഒരു ചരിത്രത്തിനോട്
കിട്ടുന്ന ഒരു എന്താണ് ഒരു വെളിച്ചം എന്ന് പറയുന്നത് എന്ത് നിലയിൽ പറയുന്നത്? വളരെ ഇപ്പം ഈ പറഞ്ഞ മാതിരി സ്ത്രീകൾ എഴുതുന്നത്, സ്ത്രീകൾക്ക് വേണ്ടി എഴുതുന്ന ആ കാലത്ത് വെച്ചാൽ 19ാം നൂറ്റാണ്ടിൽ 20ാം നൂറ്റാണ്ടിലൊക്കെ ആയിട്ട് എഴുതിയിട്ടുള്ള രചനകൾ നമ്മൾ വളരെ അപൂർവമായിട്ടാണ് നമ്മൾ പഠിക്കപ്പെട്ടിട്ടുള്ളൂ. എന്നുവെച്ചാൽ സ്ത്രീകൾ എഴുതിയ രചനകളെ പറ്റിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഇപ്പം എന്താ വെച്ചാൽ ഈ വെള്ളപ്പൊക്കത്തെ പറ്റി ഇപ്പോൾ 1924 വെള്ളപ്പൊക്കം, നമ്മളെ 2018 വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ രേഖകൾ, തീവണ്ടി വരുന്നത്, തീവണ്ടി യാത്ര ഒരു എനിക്ക് തോന്നുന്നത് 1908 മലബാറിൽ നിന്നും തിരുവിതാംകൂറിലേക്ക്. ബൈ ദ ടൈം മലബാർ ഒരു 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 ജില്ലയായി മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നടക്കുന്നത്. പിന്നെ ഇവിടെ നടക്കുന്ന 2 ആനകൾ തമ്മിൽ, തിരുവിതാംകൂർ രാജാവിൻ്റെ 2 ആനകൾ തമ്മിൽ നടക്കുന്ന ഈ സംഘട്ടനത്തെ പറ്റിയിട്ടുള്ള രേഖകൾ, അങ്ങനെയൊക്കെയുള്ള വളരെ വ്യത്യസ്തമായിട്ട്. അതോടൊപ്പം മെഡിക്കൽ ടെക്സ്റ്റുകൾ ആയുർവേദത്തിലുള്ളത്, പിന്നെ കുറേ റിലീജിയസ് ടെക്സ്റ്റുകൾ എന്ന് വെച്ചാൽ ഇസ്ലാമിക നിയമത്തിനകത്ത്, പിന്നെ ആധ്യാത്മികതയിലൊക്കെയുള്ള ടെക്സ്റ്റുകൾ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് പിന്നെ കൂലങ്കഷമായി പഠിക്കേണ്ടതാണ്. അത് സത്യത്തിലിപ്പം ഈ അല്ലെങ്കിൽ അന്ന് ഒരു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു അല്ലെങ്കിൽ മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ പൊതുവെ കേരളത്തിലെല്ലാം നിലനിന്നിരുന്ന ഇല്ലിറ്ററസി ആയിരുന്നു എന്ന് പറയുന്ന ഒരു ധാരണയെ അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്നതാണ്. ഉറപ്പായിട്ടും. കാരണം വെച്ചാൽ നമ്മുടെ ഈ കേരളത്തിൻ്റെ 100% സാക്ഷരത കൈവരിക്കുന്ന എനിക്ക് തോന്നുന്നു ചോലക്കൽ ആയിഷ എന്ന് പറയുന്നൊരു മുസ്ലിം സ്ത്രീയെ 10ാം ക്ലാസ് പാസ്സാവുന്നതിനോടനുബന്ധിച്ചാണ്. പക്ഷേ ഈ അവരടക്കമുള്ള ഒരു വലിയ തലമുറ, മിക്കവാറും എനിക്ക് തോന്നുന്നത് മുസ്ലിം സ്ത്രീകൾക്കിടയിൽ 99-100% ആൾക്കാരും ഈ അറബി മലയാളം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. അത് വായിക്കാനും എഴുതാനും അറിയുന്ന ആൾക്കാർ, അത് കത്തെഴുതാനും പേരെഴുതാനും വായിക്കാനും ഈ പലതരത്തിലുള്ള എന്ന് വെച്ചാൽ അറബി മലയാളത്തിൻ്റെ വലിയൊരു ഗുണഭോക്താക്കളും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സും എൻ്റെ കൺസ്യൂമേഴ്സും സ്ത്രീകളായിരുന്നു. അപ്പോൾ ഞാനത് കാറ്റലോഗ് ചെയ്യുന്ന സമയത്ത് പല വാക്കുകളും എന്ന് വെച്ചാൽ ഇതിൻ്റെ ടൈറ്റിൽ പേജ് എന്ന് പറയുന്നത് അതിൽ അതിൻ്റെ ആ പുസ്തകത്തിൻ്റെ ഏറെക്കുറെ കണ്ടന്റ് മുഴുവൻ ഉണ്ടാവും. അപ്പോൾ അതിൽ പല പദങ്ങളും കിട്ടാത്ത സമയത്ത് ഞാൻ എൻ്റെ ഉമ്മാനെ വിളിച്ച് ഞാൻ ചോദിക്കും. അപ്പോൾ ഉമ്മ പദം മാത്രമല്ല, പദം വെച്ചിട്ടുള്ള ചില പാട്ടും ചില മുദ്രാവാക്യങ്ങളും, ഉമ്മ കുട്ടിയായിരുന്ന സമയത്ത് 1960 ഉണ്ടായിരുന്ന ചില മുദ്രാവാക്യങ്ങളൊക്കെ സഹിതം അവർ പറഞ്ഞു തരും. മലയാള പദങ്ങളാണ്, പക്ഷെ 60കളിലുള്ള മലയാള പദങ്ങൾ ആയിരിക്കില്ല ഇപ്പോഴുള്ളത്. അല്ലെങ്കിൽ അപ്പം അങ്ങനെയുള്ളതെന്ന് വെച്ചാൽ സ്ത്രീകളുടെ ഒരു നിരക്ഷരതയെ പറ്റിയുള്ള വലിയൊരു തെറ്റായ ധാരണ മലയാളി സമൂഹത്തിന് ഉണ്ട് ഈ നമ്മളൊരു സാക്ഷരത കൈവരിക്കുന്നതുമായി ബന്ധപ്പെട്ട്. പക്ഷെ ഇവരെല്ലാവരും സാക്ഷരരായിരുന്നു, 99% ആയിരുന്നിരിക്കണം എന്ന് തന്നെയാണ്. കാരണം വെച്ചാൽ ആയിരക്കണക്കിന് ടെക്സ്റ്റുകളാണ് ഇത്തരം ഈ അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നത്. അത് അറബി മലയാളത്തിന് മാത്രം കാര്യമല്ല എന്നുള്ളതും കൂടെ ഞാൻ അതിനെ കൂടെ സൂചിപ്പിക്കണം. എന്ന് വെച്ചാൽ ഈ സുറിയാനി, ഗർഷൂനി മലയാളം, ഇതിന് വളരെ സമാനമായിട്ട് വളരെ എന്ന് വെച്ചാൽ സുറിയാനി ലിപിയിൽ പിന്നെ മലയാളം എന്ത് ചെയ്യുന്ന ഗർഷൂനി മലയാളം വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്ന ഒരു ഇതാണ്. അതും ഒരുപക്ഷെ ഇത്രയധികം പ്രിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കണം എന്നില്ല. കാരണം വെച്ചാൽ ഈ പ്രിന്റ് മിഷണറികൾ, ക്രിസ്ത്യൻ മിഷണറികൾ ഏറ്റെടുക്കുന്നതാണ്. പക്ഷേ ഈ അറബി മലയാളത്തിൽ സംഭവിക്കുന്നത് വെച്ചാൽ ഗുണ്ടർട്ടിൻ്റെ കീഴിൽ, ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിൽ പ്രസ് സ്ഥാപിക്കുന്ന അതിൽ കീഴിൽ ജോലി ചെയ്ത ഒരാളാണെന്ന് തോന്നുന്നു ഈ അറബി മലയാളം ടെക്സ്റ്റുകൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇത്ര തന്നെ അറബി മലയാളത്തിൻ്റെ അത്ര തന്നെ അല്ലാണ്ടെങ്കിലും അതിന് സമാനമായിട്ടുള്ള ഒരു സാക്ഷരത ഈ ക്രിസ്ത്യൻ സ്ത്രീകൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട് തന്നെയാണ് തോന്നുന്നത്. നമ്മൾ ഇതിൻ്റെ ഒരു ഡിസ്കഷൻ്റെ ഒരു അവസാനത്തെ സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ചോദിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളൊരു സാധനം, നമ്മൾ ഹിസ്റ്ററി പഠിത്തത്തിൻ്റെയും അല്ലെങ്കിൽ പഠനത്തിൻ്റെയും അതിൻ്റെ ഗവേഷണത്തിൻ്റെയൊക്കെ ഒരു സ്ഥലത്ത് വളരെ കണ്ടംപററി ആയിട്ടുള്ള വളരെ എന്താ പറയുന്ന ഒരു തരം പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വർത്തമാന രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. ആ നിലയിൽ നമ്മൾ ഈ ചരിത്ര പഠനത്തിൽ നോക്കുമ്പോഴത്തേക്ക് എങ്ങനെ അത് കാണാൻ പറ്റും? അതിൽ പ്രത്യേകിച്ച് ഈ ഇപ്പം ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെയോ പൊളിറ്റിക്കൽ ഹിന്ദുത്വത്വോ എല്ലാം തന്നെ ഇത് അങ്ങേയറ്റം ഗെട്ടോവൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസാക്കി മാറ്റുന്നത് ഈ ഇതിൻ്റെ. ആ നിലയിൽ എങ്ങനെയാണ് നമുക്കൊരു ചരിത്രകാരൻ എന്നുള്ള നിലയിലും ചരിത്ര ഗവേഷണം എന്നുള്ള നിലയിലും നമുക്ക് അത് എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് നമ്മളിപ്പോൾ നമ്മളെ ചുറ്റുവട്ടത്തും, അത് പ്രാദേശിക തലം മുതൽ ആഗോളതലം വരെ നമുക്ക് കാണുന്നത് വളരെ സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷെ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു പാസിംഗ് ഫേസ് ആണ്. പാസിംഗ് ഫേസ് മാത്രമല്ല, ഇതൊരു ഓൺ ഗോയിങ് ഫിനോമിനൻ ആണ്, ഒരു പ്രതിഭാസമാണ്. എന്നുവെച്ചാൽ അപ്സ് ആൻഡ് ഡൗൺസ് ഇൻ ടേംസ് ഓഫ് വയലൻസ്,
പീസ് ആൻഡ് വാർ എന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യർ നമ്മൾ കഴിഞ്ഞ ഒരു 5-6 പതിറ്റാണ്ടായിട്ട്, അതെന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പൊതുവെ ആൾക്കാരൊക്കെ കുറേ കൂടെ ഒരു സമാധാന പ്രിയരായിട്ട് പോവുകയും പക്ഷെ അതിൽ നിന്നുള്ള ഒരു വയലൻസിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവുകയും അതെന്ന് വെച്ചാൽ ചരിത്രപരമായിട്ട് നിരന്തരമായിട്ട് ഉണ്ടാവുന്നതാണ്. എന്ന് വെച്ചാൽ ആൾക്കാർ പരസ്പരം കൊല്ലുന്നതും ഇതാവുന്നതും ഒക്കെ ആയിട്ട്. അപ്പോൾ ചരിത്രത്തിലേക്ക് നോക്കിയിട്ട് എന്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ചരിത്രത്തിൽ എപ്പോഴും നടക്കുന്നത് ഇത് തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ചരിത്രത്തിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാമെന്നുണ്ടെങ്കിൽ ഇത് മാത്രമാണ്. എന്ന് വെച്ചാൽ ചരിത്രത്തിലേക്ക് തിരിച്ചു പോകാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം എന്ന് വെച്ചാൽ അതിനെ പറ്റിയുള്ള ഒരു ഈ പറഞ്ഞ മാതിരിയുള്ള ഏതെങ്കിലും എക്സോട്ടിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും ചരിത്രത്തിൽ നിന്ന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ പുനർനിർമ്മിക്കാനില്ല. പഠിക്കാനുണ്ട് പക്ഷെ പുനർനിർമ്മിക്കാനില്ല. അതുള്ളത് എന്ന് വെച്ചാൽ ഈ തരത്തിലുള്ള വയലൻസ് ഒരു പാസിംഗ് ഫേസ് ആണ്. പക്ഷെ അത് ഇറ്റ് മൈറ്റ് വേഴ്സൺ, ഇതിനേക്കാളേറെ രൂക്ഷമാവാനുള്ള സാധ്യതയാണുള്ളത്. അത് കഴിഞ്ഞാൽ ആ ഒരു പെട്ടെന്നുള്ള ഒരു പ്രസൻറ്റിൽ നിന്ന്, ആ പെട്ടെന്നുള്ള വർത്തമാന കാലത്തിൽ നിന്ന് ആൾക്കാർ പഠിക്കും ഈ വയലൻസ് ഒരിക്കലും ഇതല്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു പീസ്, അങ്ങനെയുള്ളൊരു 60-70 വർഷത്തെ ഒരു എന്താ പറയുക അൾട്ടിമേറ്റ് വയലൻസുകളുടെ ഒരു ഘട്ടം ഇതാണ്. അതെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ നമ്മൾ ഇതിലൂടെ ജീവിച്ചു പോകുമ്പോൾ നമുക്ക് വളരെ പ്രയാസകരമാണ്. പക്ഷെ ഒരു പൊതുവെയുള്ള പ്രതിഭാസം അതാണ്. അതിൽ വേറെ ഒന്നും കൂടെ ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു എക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററിയെ നോക്കുമ്പോഴത്തേക്ക്, കാരണം ആൾ ഹിസ്റ്ററി മേ എൻഡ് എന്ന് പറയുന്ന നിലയിലുള്ള ഒരു എക്കോളജിക്കൽ ഡിസാസ്റ്റർ നമ്മൾ നോക്കുന്നില്ലേ? അല്ല, ഞാൻ ഫ്യൂച്ചറിനെ പറ്റി പറയാൻ ആളല്ല. പക്ഷേ ഈ പറയുന്ന എന്ന് വെച്ചാൽ സയൻറ്റിഫിക്കലി എൻവയോൺമെൻറ്റൽ ക്രൈസിസ്, ഗ്ലോബൽ ക്രൈസിസ് ഒക്കെ മുന്നോട്ട് പോകുന്ന തരത്തിലാണെന്ന് വെച്ചാൽ എത്രത്തോളം ഭൂമി നിലനിൽക്കും, എത്ര കാലം ഇപ്പോഴുള്ളത് നമ്മൾ എന്താ പറയുക നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ, ഈ തരത്തിലുള്ള ഗ്ലോബൽ വാർമിംഗ് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കാവുന്നതിനെ പറ്റിയൊക്കെ വിവിധ സയൻറ്റിഫിക് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ളതിനെ പറ്റി ഭാവിയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പറയാൻ പറ്റില്ല. എങ്കിലും പക്ഷെ അത് അൾട്ടിമേറ്റ് ആയിട്ട് പെട്ടെന്ന് എൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു ഐൻസ്റ്റീനൊക്കെ പറയുന്ന മാതിരിയുള്ള ട്രാൻസ്ഫോർമേഷൻ നടക്കും. അത് ഏത് തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും ഇതിൽ ആലോചിക്കുന്നത് മറ്റേ ഡിഡി കോസാംബിയുടെ കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ അദ്ദേഹം എഴുതിയിട്ടുള്ള ആമുഖത്തിൽ അദ്ദേഹം ചരിത്രം പഠിക്കുന്നതിനുള്ളൊരു ഇതായിട്ട് പറഞ്ഞ അന്നത്തെ ന്യൂക്ലിയർ വാറുണ്ട്. ന്യൂക്ലിയർ യുഗത്തിൽ ആൾ ഹിസ്റ്ററി മേ എൻഡ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു ഇതായിട്ട് വരുന്നതെന്ന് പറയുന്നത്. പക്ഷേ ഹിസ്റ്ററി എൻഡ് ചെയ്തില്ല, കണ്ടിന്യൂ ടു ബി എക്സിസ്റ്റ്. അപ്പോൾ ആ ഒരു സോഷ്യൽ സയൻസിൽ ഇറ്റ് വിൽ ട്രാൻസ്ഫോം. അത് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ, ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവാം. പക്ഷെ അതൊരു ടോട്ടൽ എൻഡ് എന്ന് പറയുന്ന ഒരു നമ്മളൊരു തമോഗർത്തത്തിലേക്കൊന്നും പോവാണെന്നുള്ളത് കറ്റാസ്ട്രോഫി എന്ന് പറയുന്ന ആ നിലയിലേക്കില്ല. അറിയില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഇതിൽ ചോദിക്കുന്ന ഒരു സാധനം, നമ്മുടെ ഈ ഇപ്പോൾ കേരളത്തിലെ അത് ഒരു ഇതായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ചോദ്യമാണ്. കേരളത്തിലെ ഈ നമ്മുടെ ചേരമാൻ പള്ളി എന്ന് പറയണത് അതാണ് ഏറ്റവും വലിയ പള്ളി, ഏറ്റവും പുരാതനം. അത് നേരത്തെ താങ്കൾ പറഞ്ഞ മറ്റേ മുച്ചുകുൺ അതാണ്. അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു? അതെന്ന് വെച്ചാൽ വിശ്വാസപരമായിട്ട് ഒരുപാട് വിശ്വാസങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൽ പെട്ടതാണ് ഈ മാലിക് ബിൻ ദീനാർ എന്ന് പറയുന്ന അദ്ദേഹം വന്നിട്ട് കൊടുങ്ങല്ലൂർ മാത്രമല്ല, കൊടുങ്ങല്ലൂർ ആദ്യത്തെ പള്ളി സ്ഥാപിച്ചു എന്നാണ്. അതല്ലാതെ പക്ഷെ അതിന് സമാനമായ മറ്റുള്ള ചില രേഖകളിൽ ഈ കണ്ണൂർ, മാടായി പോലുള്ള സ്ഥലങ്ങൾ ചില നരേറ്റീവ്, ചില ആഖ്യാനങ്ങളിൽ 12 പള്ളികളെന്നും മറ്റൊരു ചില ആഖ്യാനങ്ങളിൽ 18 പള്ളികളൊക്കെ സ്ഥാപിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു വിശ്വാസപരമായിട്ടുള്ള ആഖ്യാനങ്ങൾ നമുക്ക് പലപ്പോഴായിട്ട് ഏറ്റവും ചുരുങ്ങിയത് 14-15 നൂറ്റാണ്ടിലൊക്കെ എഴുതപ്പെട്ട രേഖകൾ മുതൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അത് തെളിയിക്കാൻ പറ്റുന്ന ഇതൊക്കെ ഈ ആഖ്യാനങ്ങളിലൊക്കെ പറയുന്നത് 7-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 9-ാം നൂറ്റാണ്ടിൽ 8-ാം നൂറ്റാണ്ടിലൊക്കെ ഈ പള്ളികൾ ഉണ്ടാക്കിയെന്നുള്ളതാണ്. അത് തെളിയിക്കാവുന്ന രേഖകളൊന്നും നമുക്ക് ഒരു ചരിത്ര വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് വെരിഫയബിൾ ആയിട്ടുള്ള ഒരു റെക്കോർഡ് ഉണ്ടാവണം എന്നുള്ളതാണ്. അതില്ല. അത് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ പള്ളികളുടെ ഒരു കാര്യത്തിൽ ഈ മുച്ചുന്തി പള്ളിയെ പറ്റി, അത് ശരിക്കൊരു പള്ളി സ്ഥാപിച്ചതിനെ പറ്റിയുള്ള ഒരു രേഖയാണ്. അത് ഒരു ഭാഗത്ത് അറബിയിലുണ്ട്, മറുഭാഗത്ത് പിന്നെ പഴയ മലയാളം വട്ടെഴുത്ത് ലിപിയിലുണ്ട്. അത് 13-ാം നൂറ്റാണ്ടിലാണെന്ന് ഏറെക്കുറെ ചരിത്രകൃത്തുക്കളൊക്കെ പിന്നെ സമ്മതിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതാണ് നമുക്ക് ലഭ്യമായ ആദ്യത്തെ അതുപോലത്തെ ഒരു രേഖ. ഈ ചേരമാൻ പള്ളിയെ പറ്റി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മാടായി പള്ളിയെ പറ്റിയുള്ള ഹിജ്റ 5-ാം നൂറ്റാണ്ടിലാണെന്ന് എന്തോ പറയുന്ന ഒരു രേഖ, അവിടെ ഒരു
മരത്തിൽ കൊത്തിവെച്ച ഒരു ഇതുണ്ട്. പക്ഷേ അത് വളരെ കണ്ടസ്റ്റഡ് ആണ്. എന്നുവെച്ചാൽ അതിനെപ്പറ്റി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പഠനം നടന്നിട്ടില്ല. അബ്ദുള്ള അഞ്ചലത്ത് ഒരു പഠനം നടത്തിയിട്ടുണ്ട്, പക്ഷേ അതിനൊരുപാട് പരിമിതികളുണ്ട്. അദ്ദേഹം തന്നെ സമ്മതിക്കുന്നതാണ്. അതെന്ന് വെച്ചാൽ പലതരത്തിലുള്ള എപ്പിഗ്രാഫിയും അല്ലാണെങ്കിൽ അതിൻ്റെ പാലിയോഗ്രഫിയും ഒക്കെ മെറ്റീരിയൽ എവിഡൻസും ഒക്കെ നോക്കുന്നത്. MGS നാരായണ പോലുള്ള ആൾക്കാർ അത് തിരസ്കരിച്ചിരുന്നതാണ്. ഇത് അങ്ങനെ 7-ാം നൂറ്റാണ്ടിലുള്ളതല്ല, അത് 12-ാം നൂറ്റാണ്ടിലുള്ളതാണ്. അത് എന്താ പറയുക, ഏതെങ്കിലും തരത്തിലുള്ള ഇൻ്റർപൊലേഷൻ അതിൽ നടന്നിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു വാദം മാടായിപ്പള്ളിയെ പറ്റി ഉണ്ടെങ്കിലും നമുക്ക് നിസ്തർക്കമായിട്ടുള്ളൊരു രേഖ കിട്ടുന്നത് ഈ 13-ാം നൂറ്റാണ്ടിലുള്ള മുച്ചുന്തിയ പള്ളി, കോഴിക്കോടുള്ള മുച്ചുന്തിയെ പറ്റിയുള്ളതാണ്. അപ്പം വളരെ താങ്ക്സ് നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചു. സന്തോഷം.